മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 6ാമത് എഡിഷൻ്റെ ആദ്യ ദിവസത്തിൻ്റെ അവസാനത്തെ സെഷനുകളിലൊന്നാണിത്. ഈ അക്ഷരോത്സവം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രധാന പല കാരണങ്ങൾ ഇങ്ങനെ ഒരു അക്ഷരോത്സവം നടത്തണം എന്നുള്ളതിൽ ഒന്ന്, പലപ്പോഴും ഒരു സ്വവാദ നിർബന്ധങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള വാദങ്ങളും മറ്റുള്ള വീക്ഷണങ്ങളും കേൾക്കുക, പരസ്പരം ചർച്ച ചെയ്യുക, അതിൽ നിന്ന് പുതിയൊരു ചിന്ത ഉടലെടുക്കുക, അതൊരു വലിയ ലക്ഷ്യമായിരുന്നു. മറ്റൊന്ന്, വലിയ കലാകാരന്മാരും എഴുത്തുകാരും ഒരു സ്ഥലത്ത് വന്ന് സംഗമിച്ച് പുതിയ ചിന്തകൾ രൂപപ്പെടുക. അതിലൊപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന വേറൊരു ചിന്തയാണ്, നിരാശാഭരിതമായൊരു കാലത്ത് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ചില വിളക്കുകൾ കത്തിച്ച് വയ്ക്കുക എന്നുള്ളത്. നമ്മുടെ കാലം എന്ന് പറയുന്നത് ഇത്രയധികം ആത്മഹത്യകളുടെ വാർത്തകൾ പത്രങ്ങളിൽ നിറയുന്ന ഒരു കാലഘട്ടം വളരെ കുറച്ചാണ്. നമ്മൾ അടിയിൽ എഴുതി വയ്ക്കും, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിത്തരം ജീവിതത്തിൻ്റെ ക്രൈസിസുകളെയൊക്കെ മറികടക്കാൻ പണ്ടേ ആളുകൾ ഉപാധിയാക്കിയിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരെ താഴേക്ക് നോക്കുക, അതൊരു ഗാന്ധിയൻ കൺസെപ്റ്റാണ്. രണ്ടാമത്തത്, വലിയ ആത്മകഥകളും വലിയ ജീവിത വിജയങ്ങളും മനസ്സിലാക്കുക. ഇപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ ഇന്നും അത് വായിക്കപ്പെടുന്നത് ഇച്ചിരി ഇൻസ്പിറേഷണലായിട്ടാണ്. അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു സെഷൻ ഉണ്ടായത്. രണ്ട് പേരിൽ തന്നെ വിജയം. നമ്മൾ പറയില്ലേ, സ്റ്റോം മേക്ക് എ സ്ട്രോങ് ട്രീ, സഫറിങ് മേക്ക് എ സ്ട്രോങ് മാൻ. അതുപോലെയാണ് ഈ രണ്ട് മനുഷ്യരെ നമ്മുടെ മുന്നേ എൻ്റെ അടുത്തിരിക്കുന്നത്. പേരിൽ ചിലപ്പോൾ പേരും ജീവിതവും അന്വർത്ഥമാകുന്ന വളരെ കുറച്ച് ആളുകളുണ്ടാവും. വിജയൻ എന്നുള്ള പേരാണ്. വിജയൻ എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ. ഇപ്പോൾ രണ്ട് വിജയന്മാർ ജീവിതത്തിൻ്റെ ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിതത്തിനെ വളർത്തിയെടുത്ത് ലക്ഷ്യബോധത്തോടുകൂടി അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്ന രണ്ട് പേർ. അവർ എങ്ങനെയാണ് ജീവിതത്തിനെ കണ്ടത്? ഇതൊരു ഫുട്ബോളറുമായിട്ടുള്ള അഭിമുഖമല്ല, ഒരു പോലീസ് ഓഫീസറുമായിട്ടുള്ള അഭിമുഖവുമല്ല. നമുക്ക് പുതിയ ജനറേഷൻ ഇതിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാഠപുസ്തകം തുറന്നു വയ്ക്കുകയാണ് ഇവിടെ. IM വിജയനെ പരിചയപ്പെടുത്തേണ്ട ഒരു ചെറിയ ഇൻസിഡൻറ്റ് പറയാം. IM വിജയൻ്റെ, ഞാനൊരിക്കൽ കൽക്കത്തയുടെ നിന്നും ഒരു 300 കിലോമീറ്റർ അപ്പുറത്തുള്ള താരാപീഠ് എന്ന് പറഞ്ഞ ഒരു താന്ത്രിക് സെമിത്തേരിയിൽ പോയിരുന്നു. ആ സെമിത്തേരിയിൽ പല പല പൂജകളും മൈഥുനം, മദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഭീകരന്മാരായ മനുഷ്യൻ്റെ സ്കള്ളിൽ മദ്യം കഴിക്കുന്ന ആളുകൾ. ഇപ്പോൾ രാത്രി ഒരു 12 മണിയായി കഴിഞ്ഞാൽ ഇതിലെ കുടിലുകൾ ഇങ്ങനെ സജീവമാവും, അതിൽ പല പൂജകളും നടക്കും. അന്ന് ഞാൻ പോയ ദിവസം ഒരു സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു, അയാൾക്കൊരു കസ്റ്റമർ ഇല്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അയാൾ ഒരു കയ്യിലൊരു ആഷ് പോലൊരു സാധനം എടുത്തിട്ട് തീയിലെറിയും, അതങ്ങനെ കത്തും. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ അയാളിങ്ങനെ പേര് പറഞ്ഞു, ബിജോയ് റോയ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഇത് എറീനേൻ്റെ ഇടയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിലാണ്. അപ്പോൾ ഇയാൾ എറീനേൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, IM വിജയൻ കളി നിർത്തിയില്ലേന്ന്. അപ്പം ഞാനിത് നമുക്ക് ഈ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് IM വിജയൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, IM വിജയൻ അറിയോ? ഞാൻ 40 വർഷമായി ഈ ശ്മശാനത്തിൽ ജീവിക്കുന്നു. ഒറ്റ കാര്യത്തിന് ഞാൻ കൽക്കട്ടയിൽ പോകാറുള്ളൂ, വിജയൻ കളിക്കുന്നത് കാണാൻ. അതാണ് IM വിജയനെ അന്ന് ഞാനത് പിന്നെ എഴുതുകയും ചെയ്തു. ഞെട്ടിപ്പോയി അത് കേട്ടിട്ട്. അപ്പോൾ വിജയൻ്റെ അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഞാൻ വിജയേട്ടൻ എന്ന് വിളിക്കുന്ന P. വിജയൻ. ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ CNN IBൻ്റേത് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പലരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നു, പക്ഷേ അവരിൽ നിന്ന് നമ്മളും ഒരു കാര്യം പഠിക്കുന്നുണ്ടല്ലോ. അന്ന് വിജയേട്ടൻ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം, കുട്ടിക്കാലമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് മനുഷ്യർ സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ആ ജീവിതം അവർക്ക് എങ്ങനെ വെളിച്ചമായി, അവർ മറ്റുള്ളവർക്ക് എങ്ങനെ വെളിച്ചമായി എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ IM വിജയനിലേക്ക് തന്നെ പോവാം. അത് പ്രശ്നമില്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ വിജയനോട് അതിനൊരു അങ്ങനെയില്ല, അതിനൊരു തുടക്കം വേണ്ട. എന്നാൽ പിന്നെ വിജയേട്ടൻ തന്നെയാവാം. ഇവർക്ക് സീനിയറാണ്, മൂപ്പര് സീനിയറാണ്, ചീഫാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. വിജയേട്ടൻ്റെ ഒരു ജീവിതത്തിൽ നമ്മൾ പരാജയം എന്ന് പറഞ്ഞ സാധനം ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ. പരാജയങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. കുട്ടികൾ പഠിച്ചിട്ട് തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ആത്മഹത്യ ചെയ്യുന്നത്. തോൽവിയിലാണ് വിജയേട്ടൻ്റെ തുടക്കം. SLCയിലൊരു തോൽവിയിൽ
അന്ന് ആ തോൽവിയെ മറികടക്കാൻ, അന്ന് ചെറിയ കുട്ടിയാണ്, നമ്മുടെ നാട്ടിലെ ജീവിതവും കാലവും ഒക്കെ മാറി. കാലം അന്ന് ചിലപ്പോൾ എങ്ങനെയാണ് മറികടന്നിരിക്കുക, ഇന്ന് കുട്ടികൾക്ക് അങ്ങനെ ഒരു മാർഗ്ഗനിർദ്ദേശമോ ആളെയും കാണിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം പ്രശ്നം. അന്ന് വിജയേട്ടൻ എങ്ങനെയാണ് അതിന് മറികടന്നത്? അതിനു മുമ്പ് താങ്ക് യു ശ്രീകാന്ത്. ഞാൻ വിജയനെക്കുറിച്ച് പറയാം. ഞാൻ 99 ബാച്ച് IPS ആണ്. അതിൽ 2000-ലാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പല ജില്ലയിലും അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറായിട്ടൊക്കെ വർക്ക് ചെയ്ത് SP ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് ആദ്യം ബറ്റാലിയൻ കമാൻഡൻ്റായിട്ട് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ദുരുപയോഗം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ IM വിജയൻ, CV പാപ്പച്ചൻ, അതേപോലെ തന്നെ തോബിയാസ്, ഇവരെല്ലാവരും വിളിപ്പിച്ച് പറഞ്ഞു നിങ്ങളുടെ കൂടെ എനിക്ക് ഫുട്ബോൾ കളിക്കണം. അപ്പം ഞാനിവരുടെ ബോസും കൂടെ ആയതുകൊണ്ട് അവർക്ക് നോ പറയാൻ പറ്റും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അക്കാലം വരെയൊക്കെ ഈ IM വിജയൻ, പാപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞാലുള്ള ഒരു വലിയ താരമുണ്ട്. അപ്പം നമുക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാമെന്നുള്ളതിനേക്കാൾ ഉപരി വിജയൻ്റെ കൂടെ കളിക്കുക എന്നുള്ളൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ കുറേ നേരം കളിച്ചു. വിജയനാണെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ പന്തൊക്കെ തട്ടിത്തന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ മധുരകരമായിരിക്കുന്ന വിജയനൊരു വെറൈറ്റി ഉള്ളതാണ്. കാരണം നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു, പോലീസ് ഓഫീസറാണ്, സിനിമാ നടനാണ്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി എബിലിറ്റി ഉള്ള ഒരു ഹൈലി ടാലൻറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പരാജയം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകൾ കാണുന്നത് ഒരു ഗിവപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണെന്നാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരാജയങ്ങളും സെറ്റ് ബാക്കുകൾ അറിഞ്ഞിട്ടുള്ളതാകാം, അറിയാതിരിക്കുന്നതാകും. പക്ഷേ അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മപരിശോധനയ്ക്ക് അവസരം നൽകുന്നത് പരാജയമായിരിക്കും. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു. അവൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 4 പ്രാവശ്യവും സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി കിട്ടിയില്ല. ഇനി എന്താ ചെയ്യുക സാർ എന്ന് വെച്ചിട്ട് വന്നു. ഞാൻ പറയുന്നത് ആത്മപരിശോധന എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ജീവിതത്തിൽ റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിലുണ്ടെങ്കിലും, അതായത് നമ്മൾക്ക് ചില സമയത്ത് എല്ലായ്പ്പോഴും എങ്ങനെയാണ് ജീവിതത്തിൻ്റെ എപ്പോഴും നമ്മളൊരു വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് കയറിക്കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഹങ്കാരമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് വിജയത്തിലേക്ക് പോകുന്ന ആളുകൾ എത്തിച്ചോടുന്നത് പടുകുഴിയിലേക്ക് ചിലപ്പോഴൊക്കെ. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് സഹായകരമാകും. 2, ഈ ലോകം ഒരു പരാജയം കൊണ്ടോ ഒരു വിജയം കൊണ്ടോ അവസാനിക്കുന്നതല്ല, ഒരു കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ചില സമയങ്ങളിൽ നമ്മൾ വളരെ വലിയ വിജയിച്ചാകും, ചിലപ്പം പരാജയം. അത് എല്ലാ മേഖലയിലും ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനമുണ്ട്, രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒബ്സ്ക്യൂരിറ്റിയിലേക്ക് പോയിരിക്കുന്ന ആളുകളൊക്കെ പിന്നീട് വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ഇഷ്ടപ്പെട്ടാരും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ട്രംപിൻ്റെ കേസ് എടുത്ത് നോക്കുക. അങ്ങനെ പല കാര്യങ്ങളും ഉള്ള പരാജയം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ഒരു കഥയുടെ അവസാനമോ അല്ല, ഒരു വലിയൊരു കഥയുടെ തുടക്കമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. വലിയൊരു ജീവിതത്തിൻ്റെ തുടക്കവും മാറ്റും. ഞാൻ നേടിയിരിക്കുന്നത് വലിയ വിജയമാണോ എന്നുള്ളതല്ല, പക്ഷേ ഒരുപാട് ആളുകൾ അങ്ങനെ വലിയ ജീവിതത്തിൻ്റെ കഥകളാക്കി മാറ്റി. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, തോൽക്കുക എന്നുള്ളത് ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ജീവിക്കലല്ല. ഓരോരോ തോൽവിയിലും നമുക്ക് അല്ലെങ്കിൽ ഓരോരോ പിന്നോക്കം പോക്കിലും ഒരു വലിയ മുന്നോട്ടേക്ക് ചാടണമെങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ഉപചോദ്യമാണ്, അന്ന് വിജയേട്ടന് ഈ ഒരു തോൽവി ഉണ്ടായി. ആ തോൽവിയിൽ നിന്നൊരു കുട്ടിയുടെ മനസ്സിലാണ് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ വിജയനല്ല. അങ്ങനെ അത്തരം കുട്ടികൾ ഇന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ നിങ്ങളെപ്പോലെ ഒരു നിശ്ചയദാർഢ്യമാണ്? അത് കാലത്തിൻ്റെ പ്രശ്നമാണോ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നമാണോ? നമുക്ക് നോക്കാൻ ആളുകളില്ലാത്തതുകൊണ്ടാണോ? ചുറ്റും വലിയ വലിയ ആളുകളില്ലാത്തതുകൊണ്ടാണോ? അതിൻ്റെ ഇവിടെ ഡോക്ടർ അനിലിനെ പോലെയുള്ള ആളുകളുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരായിരിക്കും ഒരു പക്ഷേ അനലൈസ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ സാമൂഹ്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന കുറേ സ്റ്റിഗ്മകളുണ്ട്. കാരണം ഒരാൾ SSLC 1ാം ക്ലാസ്സിൽ കയറിയാൽ പിന്നെ റോക്കറ്റ് വിട്ടതുപോലെ PG കഴിയുന്നത് വരെ ഒരേ ലൈനിൽ പോകണമെന്നുള്ളൂ. അത് ശുദ്ധ അസംബന്ധമാണ്. ശരിക്കും നമ്മൾ ജീവിതത്തിൻ്റെ പല യാത്രകൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡാണെങ്കിൽ എല്ലാ മേഖലയിലും നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മൾ ഉണ്ടാകുകയും, പിന്നെ നമ്മൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ കാൽ തെറ്റിപ്പോകുന്ന ആളുകളോ അല്ലെങ്കിൽ യാത്ര സുഖമല്ലാതിരിക്കുന്ന ആളുകളോ ഒരു കൈത്താങ്ങി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത്. ഇത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഹോപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഹോപ്പ് എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് നിർത്തിപ്പോയിരിക്കുന്നവർ, സോക്കോൾ സമൂഹത്തിൻ്റെ വിട്ടിൽ പരാജയപ്പെട്ടവരെന്നൊക്കെ പറയുന്ന ആളുകളെ കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും വെച്ചിട്ട് വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം പല ആളുകളുടെയും ജീവിതത്തിലുണ്ടാവും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മഹാന്മാരുടെ കഥകളുണ്ട്, സാധാരണക്കാരുടെ കഥകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കുന്ന ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ആവശ്യം വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം കിട്ടണമെന്നുള്ളൊരു തോന്നലും.
നമ്മൾ വൃക്ഷത്തിനെ പറ്റി പറയാറില്ലേ, വൃക്ഷം പല കൊല്ലം കൊണ്ടാണ് വളരുന്നത്. പെട്ടെന്നൊരു വളർച്ച എവിടെയും ഇല്ല എന്ന് ഗാന്ധിജി പറയുന്നതിൻ്റെ ഒരു മെസ്സേജ് കുട്ടികളിലും ഇല്ല, പലപ്പോഴും വലിയ ആളുകളിലും അത് കാണുന്നില്ല. അത് തന്നെ, അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം നമ്മൾ ജീവിതത്തെ അല്ല നമ്മൾ നോക്കുന്നു, ജീവിതത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി അല്ലേ എടുക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ പെട്ടെന്ന് കിട്ടുന്ന ഒരു നേട്ടം, പെട്ടെന്ന് കിട്ടുന്ന ഒരു സുഖം, പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അപ്പുറത്തേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതിൽ നമ്മൾ സമൂഹം മൊത്തത്തിൽ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റിയുടെ ഒരു കലക്റ്റീവ് പരാജയമാണ് പലപ്പോഴും കുട്ടികൾ ഇതിനകത്തേക്ക് പോകുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. കഴിഞ്ഞ ഈ വർഷം ജനുവരി 20 ആകുമ്പോഴേക്കും ഏകദേശം 19 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, ഈ ഒരൊറ്റ വർഷം. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന ആത്മഹത്യ മാത്രമല്ല, തൃശ്ശൂരിൽ ഈ സംസ്ഥാനത്തിൻ്റെ പിന്നെ ഈ സാംസ്കാരിക നഗരി പുതുവർഷം തുടങ്ങുന്നത് തന്നെ ഒരു പയ്യൻ 14 വയസ്സ് 15 വയസ്സായ 2 പിള്ളേർ ഒരു 30 വയസ്സുകാരനെ കുത്തി കൊന്നിട്ടാണ്. അതേ ഡിസ്ട്രിക്റ്റിൽ തന്നെ ജുവനൈൽ ഹോമിൽ ഒരാളെ തലക്കടിച്ചു കൊന്നു. ഒരു അച്ഛൻ ഇവിടെ പിന്നെ ശ്രീകാര്യത്ത് ഒരച്ഛൻ മകൻ ബൈക്ക് മോഷണത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് മനം തോന്നിയിട്ട് ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യകളും വഴിതെറ്റലുകളും ഒക്കെ കുട്ടികളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ശരിക്കും നമ്മളിലേക്കാണ് നോക്കേണ്ടത്. ഇനി ചോദിക്കാമല്ലോ അല്ലേ? അപ്പോൾ IM വിജയനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ IM വിജയൻ്റെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്തപ്പോൾ ഒരു രംഗം, ആ രംഗം മുമ്പ് ഞാൻ സിനിമയിൽ കണ്ടതാണ്. പക്ഷേ അത് അങ്ങനെയൊക്കെ അന്ന് നടക്കുമോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. സന്ദേശം എന്നൊരു സിനിമയിൽ സിദ്ദീഖ് ചെയ്തൊരു ക്യാരക്ടറിൻ്റെ, സിദ്ദീഖ് പറയുന്നൊരു ഡയലോഗ്, അതൊരു ഡയലോഗാണ്. കാരണം അമ്മ അതിൻ്റെ മുഴുവൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഫീസ് കൊടുക്കാനാവുമ്പോൾ അമ്മ എവിടുന്നോ പണിയൊക്കെ എടുത്തിട്ട് കാശ് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടു തരുന്നൊരു രംഗം, അതിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനാണ്. വിജയനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പോൾ തൃശ്ശൂർ, അത് ഭയങ്കര വിഷ്വലാണ്, പേടിപ്പിക്കുന്നൊരു വിഷ്വലായിട്ടാണ്. അതായത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചുറ്റിലും ഈ കുട്ടി നടക്കുമ്പോൾ ഈ സാധനങ്ങൾ പെറുക്കി നടന്ന് വിറ്റിരുന്ന അമ്മ തളർന്നിട്ട് തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു വിഷ്വലുണ്ട്. ഈ കുട്ടി ദൂരത്ത് നിന്ന് അമ്മയെ കാണുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ അമ്മ ഈ മുഷിഞ്ഞ പൈസയൊക്കെ ആയിട്ട് മക്കൾക്ക് ഭക്ഷണമായിട്ട് വരുന്നത് ഭയങ്കര ഇമോഷണലായിട്ടൊരു രംഗമാണ്. ഇപ്പോൾ ചോദിച്ചാൽ വിജയേട്ടൻ പറ അതങ്ങനെ നടന്നു, അങ്ങനെ പറയരുത്. അത് ഭയങ്കര കുഴപ്പമാണ്. ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്, ഒന്നും അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നല്ല കേട്ടോ, അല്ല നിങ്ങളങ്ങനെ അത് കഷ്ടപ്പെട്ടുണ്ടായി. അപ്പം ഇനിയിപ്പോൾ ജോലിക്ക് കുറച്ച് പോയി ഞാൻ ചോദിച്ചു ജോലി പോയാൽ അങ്ങനെ നടക്കും, അങ്ങനെ പറയരുത്. അപ്പം അങ്ങനെ ഇത് വഴിപാട് പൊളിഞ്ഞു പോകും. അപ്പോൾ വിജയേട്ടൻ അങ്ങനത്തെ ആ ഒരു ഓർമ്മയൊന്ന് നമുക്ക് ചിരിച്ചിട്ട് പറഞ്ഞാലും മതി. ഇപ്പോൾ നമസ്കാരം. അതല്ല, തോറ്റിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ആത്മഹത്യ ചെയ്യണ, ഞാൻ ഒരു 5-6 വട്ടം ആത്മഹത്യ ചെയ്യണം. സ്കൂളിൽ 5 കൊല്ലം തോറ്റ ആളാണ് ഞാൻ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ CMSലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫീസ് കൊടുക്കണ്ട ആദ്യം. അപ്പോൾ 5 കൊല്ലമൊക്കെ തോറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഫീസ് കൊടുക്കണം. 2 കൊല്ലം തോറ്റ് കഴിഞ്ഞാൽ ഫീസ് കൊടുക്കണം. പിന്നെ 3 കൊല്ലമാണ് അമ്മ ഫീസ് പോലെ കൊണ്ടുവന്ന് തന്നത്. അമ്മ അവിടെ മറ്റേ യാത്രയൊക്കെ പുറക്കി വിറ്റ് എൻ്റെ സ്കൂളിൻ്റെ അവിടെ തന്നെ ഒന്ന് എല്ലാം കൊണ്ടുവച്ചിട്ട് അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. തോർത്തുമുണ്ടും, അവരന്ന് ആ സ്റ്റൈലാണല്ലോ, ഒരു തോർത്തുമുണ്ടും ഒരു കള്ളിമുണ്ടും ഒരു ബ്ലൗസും ഒരു തോർത്തുമുണ്ടും ഇട്ടിട്ട് അങ്ങനെ സ്കൂളിൻ്റെ വരാന്തോടെ വന്നിട്ട് എനിക്കിങ്ങനെ കാശ് വരും. കാരണം ആ സമയത്ത് ഞാൻ 5 കൊല്ലമാണ് തോൽക്കണേ, അതുകൊണ്ടാണ് 3 കൊല്ലത്തെ ഫീസ് കൊടുത്തത്. അപ്പോൾ തോൽവിയൊന്നും വിജയത്തിൻ്റെ മുന്നോടിയാന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. സാറിനൊക്കെ കണ്ടുപിടിച്ചാൽ മതി, അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് ഈ ചെറിയ ചെറിയ കാര്യത്തിന് പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരാണെന്നുകൊണ്ട് അങ്ങനെ ചെയ്യണം. ചെറിയ പിള്ളേരൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ല, അന്ന് വിജയേട്ടൻ ഇങ്ങനെ പറയുമ്പോഴൊക്കെ പോലും ഇന്ന് കാണുന്ന ചിരിച്ചുകൊണ്ടുള്ള വിജയനല്ല, അന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? അന്ന് ഇതിനേക്കാളും കുറച്ച് കറുത്തിട്ടും കുറച്ച് വണ്ണം കുറഞ്ഞിട്ടാണ്. കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട് ഇഷ്ടംമാതിരി. ഞാൻ 2ാമത്തെ കൊല്ലം തോറ്റ അമ്മരടുത്ത് പോയിട്ട് എങ്ങനെ കരഞ്ഞ് കാണിക്കാന്ന് വെച്ചാൽ കണ്ണാടിയിൽ ഇങ്ങനെ പോയിട്ട് കരഞ്ഞു നോക്കി, ഇത് പറ്റുമോ എന്നൊക്കെ നോക്കി. അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഇഷ്ടംമാതിരി, വർഷം കിട്ടാണ്ടൊക്കെ കരഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. അതാണ്, അതിന് കാര്യമില്ല എന്നതാണ് ഇതാ ഞാൻ പറഞ്ഞത് കുഴപ്പമാണെന്ന്. കാരണം വെച്ചാൽ കാര്യമില്ല എന്നല്ല, അതാണ് നിങ്ങളെ വളർത്തിയത്. നമുക്ക് ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, അത് ഈ പലരും പറയും വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാൾ അനുഭവമുള്ള ആൾക്കാരുണ്ട് പട്ടിണ, പക്ഷേ അവർക്ക് എഴുതാറിയില്ലായിരുന്നു തോന്നുന്നു. അതുപോലെ നിങ്ങളുടെ ഇത്തരം ജീവിതം ഇത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സ്കൂളിൽ നേരം വൈകിട്ട് വരും എപ്പോഴും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിടുമ്പോൾ 12:00 വിട്ട് 1:30 വന്ന്, അപ്പം 2 മണിയൊക്കെ ആവും ഞാൻ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ ടീച്ചറുണ്ട്, പ്രഭാവതി ടീച്ചറുണ്ട്. ടീച്ചറാണ്
എന്നോട് ചോദിച്ചു എന്താണ് നേരം വൈകിട്ട് വരണം എപ്പോഴും ഞാൻ അവിടെ കളിച്ച് നടക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല ഭക്ഷണം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ടീച്ചറെ. അപ്പോൾ അമ്മയ്ക്ക് എന്താ പണി? അമ്മയ്ക്ക് കൂലിപ്പണിയാണ് ഇങ്ങനെ ഇതൊക്കെ വെക്കണത്. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം അമ്മ പോയിട്ട് കച്ചവടത്തിന് കാശൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്മ ടീച്ചർ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഭയങ്കര ടീച്ചറിന് എന്തോ തോന്നി. ടീച്ചർ അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ ടീച്ചർ തന്നെ എന്തായാലും എൻ്റെ ഒരു അമ്മരെ പോലെ തന്നെയാണ് ടീച്ചർ. കാരണം എന്താ വെച്ചാൽ ആ ടീച്ചർ തന്നെ 5 കൊല്ലം ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ആ ടീച്ചർ എന്നും വീട്ടിൽ നിന്ന് കാലത്ത് വരുമ്പോൾ ഒരു ചോറും പൊതി എനിക്കും ടീച്ചർ കഴിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്ന് എനിക്കും കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും ടീച്ചറും അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു 5 അങ്ങനെ അങ്ങോട്ട് ടീച്ചറുടെ കൂടെ അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതായത് വിജയേട്ടൻ ഒരുപാട്, അതായത് പോലീസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് വിജയേട്ടൻ അതിൻ്റെ ആ റിങ്ങിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരുപാട് സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഡ്രഗ്സിൻ്റെ ഇതിനെതിരെയും പിന്നെ ശബരിമലയത്തെ ഇതും ആ ഒരു റിങ്ങിൽ ഏത് ഘട്ടത്തിലാണ് വിജയേട്ടൻ അങ്ങനെ ഒരു അത് വിജയേട്ടൻ്റെ ചെറുപ്പകാലത്തെ അധ്വാനിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നാണോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്? ചിലപ്പോൾ നമുക്കൊരു സോഷ്യൽ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ഒന്നും ഇല്ലാത്ത ഒരു ജനറേഷൻ എന്നൊക്കെ നമ്മൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറയാറുണ്ട്. അതിൽ നിന്നാണ് ഇങ്ങനെ നിങ്ങളുടെ ജോലിക്ക് അപ്പുറം ഒരു സോഷ്യൽ ആയിട്ടുള്ള ചില കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെന്ന് തോന്നിയത്? അല്ല, ഏതൊരാളുടെ പ്രവൃത്തിയും ചിന്തയും എഴുത്താണെങ്കിലും അല്ലെങ്കിൽ തീരുമാനങ്ങളാണെങ്കിലും അത് ഒരു കൂട്ടം കാരണങ്ങൾ കൂടിയിട്ട് ചേർന്നിട്ടായിരിക്കും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഈ പഠനം നിർത്തി പല ജോലികൾക്കായി പോയ സമയത്ത് ഒരു പക്ഷേ വേണമെങ്കിൽ വഴിതെറ്റിപ്പോകാൻ, കാരണം ഈ പഠനം പാതി വഴിയിൽ നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മോസ്റ്റ് വൾണറബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ആളുകളൊക്കെ നമ്മൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം വഴിതെറ്റിക്കാനും ആളുകളുണ്ടാവും സമൂഹത്തിൽ. ഞാനിത് അറിഞ്ഞത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞത് ഞാൻ കൊച്ചി IG ആയിരിക്കുമ്പോൾ അടുത്ത ഗുണ്ടകളെ നിലക്ക് നിർത്താൻ എന്നോട് പറഞ്ഞു. ദിവസം ഗുണ്ടകളെ അറിയണം, എത്ര ഗുണ്ടകളുണ്ടെന്ന് അറിയണം. അങ്ങനെ ഒരു കണക്കെടുത്തപ്പോൾ ഈ 5 ജില്ലയിലായിട്ട് ഏകദേശം 8000-ൽ പരം പേരുണ്ട്. 8000 പേരെന്ന് പറഞ്ഞാൽ 3 കേസ് കൂടുതലുള്ളവരെ കണക്കാണ്. പക്ഷെ പിന്നീട് ഞങ്ങൾ അവരെക്കുറിച്ച് നോക്കിയപ്പോൾ അവർക്കൊക്കെ ഒരു ചൈൽഡ്ഹുഡിലൊരു ഷോക്ക് ഉണ്ട്. ഒന്നുകിൽ ഒരു ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പീഡനമായിരിക്കും. അപ്പോൾ ആ ഷോക്കുകൾ അത്തരത്തിലുള്ള ഷോക്കുകളിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പം അന്ന് ഒരുപക്ഷെ എനിക്കും എൻ്റെ ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ വേണമെങ്കിൽ ആരും നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോറി മനയും. പക്ഷേ ആ സ്റ്റോറി എന്നാകണമെങ്കിൽ അതിന് മുമ്പ് ഈ വഴിതെറ്റിപ്പോയവനും ഉണ്ടാവും ഒരു സ്റ്റോറി എവിടെയോ വെച്ചിട്ട്. ഇതൊരു സത്യമുണ്ട്. പക്ഷേ ഞാൻ ഈ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം SP ആയിരിക്കുന്ന സമയത്ത് എന്നെ ഒരുപക്ഷെ നിർബന്ധിച്ചിട്ടാണ് കൊച്ചി IG അയക്കാൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്ത് 2005-ൽ. അന്ന് നിർബന്ധിക്കാൻ കാരണം എൻ്റെ വൈഫ് ഇവിടെ ഷീസ് എൻ IAS ഓഫീസർ. അപ്പോൾ പുള്ളിക്കാരത്തി ഞാനും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ ദൂരം ഒരു 4 കിലോമീറ്റർ മാത്രം. വളരെ അടുത്ത്. ഉച്ചക്ക് ഊണ് കഴിക്കുന്നു, വൈകുന്നേരം ഊണ് കഴിക്കുന്നു, ഒന്നിച്ച് നോക്കുള്ള. അപ്പോൾ ഇവിടുന്ന് പോകാൻ നല്ല മടിയുണ്ട്. പക്ഷേ അന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന അവിടെ കുറേ ഗുണ്ടകളുണ്ട്, അതിനൊന്ന് ഒതുക്കിയാൽ പോരാന്നുള്ളതാണ്. പക്ഷേ അന്ന് നമ്മൾ അവിടെ ചെന്ന് അന്ന് ഷാഡോ പോലീസ് എന്നുള്ളൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാക്കി, ഒരു പോലീസിങ്ങും പിന്നെ അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിലവിൽ ബെയിലിൽ ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർ അകത്തിടുക, അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ശക്തിപ്പെടുത്തിയിട്ട് ജയിലിലിടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുക. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പം ഈ ഓപ്പൺ ആയിരിക്കുന്ന അവിടെ ഒരുപാട് ഡ്രഗ് പെഡ്ലേഴ്സും പരസ്പരം വെട്ടും കുത്തും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 2002, 3, 4 കാലഘട്ടമൊക്കെ 5ഒക്കെ. അതിൽ നിന്ന് ഒരുപാട് ശമനം വന്നു. പക്ഷേ അന്ന് നമ്മൾ ആലോചിച്ചൊരു കാര്യമാണ്, ഇത്തരത്തിൽ നമ്മൾ എല്ലാവരെയും പിടിച്ച് അകത്തിട്ടതുകൊണ്ട് മാത്രം ഇനി ഒരു പ്രദേശം സുരക്ഷിതമാകും, അല്ലെങ്കിൽ ആ സുരക്ഷിതമാകാൻ നമ്മൾക്ക് എന്ത് ചെയ്താലായിരിക്കും മോർ സസ്റ്റൈനബിൾ ആകുക? ഇതിൽ എന്നെ കണ്ണു തുറപ്പിച്ചൊരു കാര്യം, ഞാൻ ഉദയ കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. ഒരു 153 കുടുംബങ്ങളും ഏകദേശം 3000 ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശം. കൊച്ചിയിലേക്കുള്ള നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വെജിറ്റബിളൊക്കെ സപ്ലൈ ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ പോലെ, പാല് സപ്ലൈ ചെയ്യുന്ന പോലെ എന്ന് പറയും, ഗുണ്ടകളെയും മയക്കുമരുന്ന് ഡ്രഗ് പെഡ്ലേഴ്സിനെയും സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ ഒരു ദിവസം ഞാൻ ഇവരെയൊക്കെ ഒന്ന് ബോധവൽക്കരിച്ച് നന്നാക്കി കളയാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. ഇപ്പോൾ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ നല്ല കിക്കുണ്ട്, നല്ല എല്ലാവരും വെള്ളം അടിച്ചിട്ട് നല്ല ഫിറ്റാണ് ഒരു വൈകുന്നേരം. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഞാൻ വന്നപ്പോൾ എനിക്കും അതായോന്ന് സംശയമായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനിവരോട് വലിയ രീതിയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് ഒരെണ്ണം പോലും ഞാൻ പ്രസംഗിക്കുന്ന മൈൻഡ് ചെയ്യുന്നില്ല. അവർ വേറെ എന്തോ ലോകത്താണ്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ ഒരുപാട് ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ച ആളുകൾ അവിടെയുണ്ട്.
പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പം കണ്ടൊരു കാര്യമുണ്ട്, അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ എല്ലാ ആളുകളെയും നമ്മൾ അകത്തിട്ടാലും ഈ കാണുന്ന ഈ കുട്ടികളില്ലേ, ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാവരും നെക്സ്റ്റ് ജനറേഷൻ ആകാൻ പോകും. ആ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ചെറിയ ചിന്ത മറ്റ് സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്തതിൽ നിന്നാണ് ഞങ്ങൾ പിന്നീട് ഈ മൂവ്മെൻറ്റിൽ വന്നത്. അതൊരു വൺ മാൻ ഷോ അല്ല, ഒരു കൂട്ടം കമ്പാഷനേറ്റ് ആയിരിക്കുന്ന, പ്രത്യേകിച്ചും കുട്ടികളോട് താല്പര്യമുള്ള ആൾ ഒരു കൂട്ടായ്മയിൽ നിന്നും വളർന്ന. ഇന്ന് മേ ബി ഒരു അറൗണ്ട് 20 lakhs കുട്ടികൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഞങ്ങളുടെ പല പദ്ധതികളുമായിട്ട് ഇപ്പം ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കറക്ഷൻ, പോലീസിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസ് എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യത്തെ തടയുകയും, എന്നുവെച്ചാൽ മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് പിടിക്കുക, മോഷ്ടിച്ചതിന് ശേഷം പിടിച്ച് ജയിലിലാക്കുക, ഇത് മാത്രമാണോ? അല്ലെങ്കിൽ ഇത്തരം ഒരു ക്രിമിനലുകളായി വളരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിലും പോലീസിന് ഒരു റോളുണ്ട്. ഒരു കൺവെൻഷണൽ പോലീസ് ഓഫീസർ എപ്പോഴും ചിന്തിക്കുക എന്താണ്, ഞങ്ങളുടെ ജോലി ഒരാൾ മോഷ്ടിക്കാൻ പോകുന്നവൻ്റെ കൊങ്കയ്ക്ക് പിടിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയ കൊലപാതകയെ കൊണ്ടുവരിക. പക്ഷേ ഇതിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചെന്നാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഒഴിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്ലമ്മുകളിലുള്ള കുട്ടികളോ, സ്ട്രീറ്റിൽ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ മാത്രം നമ്മൾ വളരാതിരിക്കുന്ന ഞാൻ ഇന്നലെ നോക്കിയത് 60 കുട്ടികൾ ഈ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, അന്യസംസ്ഥാനക്കാരൊക്കെ. ഇവരൊക്കെ മോസ്റ്റ് വൾണറബിളാണ്. ഒരു കേരളത്തിൽ കഴിഞ്ഞ 2017 കണക്കാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളൂ, അന്ന് ഞാൻ എടുത്തിട്ട് ഒരു 4,37,000 കുട്ടികൾ, 4,35,000 കുട്ടികൾ പരീക്ഷ എഴുതുന്നു SSLC. 4,15,000 കുട്ടികൾ പാസ്സാകുന്നുണ്ട്. 20,000 കുട്ടികൾ തോറ്റവരെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇവരൊക്കെ കിട്ടുന്ന ഒരു സ്വീകരണം വീട്ടിൻ്റെ അകത്തും പുറത്തുനിന്നായിരിക്കും. അങ്ങനെ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും പിന്നീടായിത്തീരുക? ഞങ്ങളെ പൊട്ടൻഷ്യൽ ക്ലയൻസ് എന്ന് പറഞ്ഞ ഇവരാണ്. അല്ലെങ്കിൽ പാരൻസ് തമ്മിലടിക്കുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന അനാഥരായിരിക്കുന്ന ഒരു ഒരു കുട്ടിയുടെ അവസ്ഥ. ഇവരൊക്കെയാണ് ഒരു പക്ഷേ ക്രിമിനൽ ലോകത്തേക്ക് ആളുകളെ നൽകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ കൂടി നമുക്ക് ഇടപെടാൻ പറ്റുക. അവിടേക്ക് ഇടപെടേണ്ടത് പോലീസിൻ്റെ ഒരു ജോലിയല്ലേ? അതിൽ കുറേ പേര് അതിൽ വിശ്വസിക്കുന്നുണ്ട്, കുറേ പേര് വിശ്വസിക്കുന്നത് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഗവൺമെൻറ്റിന് അതിൽ വലിയൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്തത്, ഇത്തരം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയും അവർ റെസ്പോൺസിബിലിറ്റി ഒരു പ്രോഗ്രാമും ഹോപ്പ് ഒരു ഗവൺമെൻറ് പ്രോഗ്രാമായി മാറി. പക്ഷേ അത് ഇപ്പോഴും ഞാൻ കരുതുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകളിൽ ഒരു കൂട്ടായ്മ വളരെ അനിവാര്യമാണ്. അത് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളും പാരൻസും അധ്യാപകർ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചു. നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു നിരാശാബോധത്തിൻ്റെ ഒരു കാലഘട്ടം. ഞാൻ അത്ര ഹോപ്പ്ലെസ്സായി ജീവിക്കുന്ന ഒരാളല്ല, പക്ഷെ എന്നാൽ പോലും ഞാൻ പറയാണ്, ഒരു സുഖകരമല്ലാത്ത കുറേ റിപ്പോർട്ടുകൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൂട്ടായ്മ വളരെയധികം വർദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അല്ല, അതിൻ്റെ ഒരു ചോദ്യം കൂടി, ചെറിയ ചോദ്യം. അത് നമ്മൾ ഈ നേരത്തെ വിജയേട്ടൻ പറഞ്ഞ തോൽവി എന്ന് പറഞ്ഞ സാധനം, തോൽവിയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തോൽവിയില്ല, എല്ലാ കുട്ടികളും ജയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിജയേട്ടനൊക്കെ ഇപ്പോഴാണെങ്കിൽ ഫുൾ ജയമായിരുന്നു. എല്ലാവർക്കും ഒരു തോൽവി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലില്ലല്ലോ. ഇപ്പോൾ അത് ഗുണമാണെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ജയിക്കുന്ന ഒരു ലോകം, എല്ലാ ഓട്ടത്തിലും എല്ലാവരും ജയിക്കുമോ? ഞങ്ങളെന്തായാലും തോൽപ്പിച്ചില്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങളിപ്പം നിങ്ങളാരും ഇവിടെ ഒന്നും ഇരിക്കലുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ അതേ കാരണം ഒരുപക്ഷെ വിജയൻ്റെ ആ ടീച്ചറൊക്കെ സ്നേഹപൂർവ്വം കാണിച്ച് ഓരോരുത്തരിലും ഒരു പണ്ട് നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു മീനിനെ തെങ്ങ് കയറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ മീൻ ഒരു വലിയ പരാജയമായിരിക്കും. പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതൊരു വിജയമായിരിക്കും. ആ വെള്ളത്തിൽ ഓടി നടന്ന ഒരാളാണ് വിജയൻ ഫുട്ബോളായിട്ട്. അതുകൊണ്ടാണ് വിജയനെ നമ്മളിപ്പോഴും ആദരിക്കുന്നത്. ഒരു പക്ഷേ വിജയന് പകരം വെക്കാവുന്ന ഒരു വിജയനെ നമുക്ക് ഇതുവരെ സൃഷ്ടിക്കാനും പറ്റിയിട്ടില്ല, അല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം, അത് എല്ലാവരും, ഞാൻ ഈ PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പാരൻസ് നോക്കുന്നത് ഫിസിക്സിന് എത്ര മാർക്ക്, കെമിസ്ട്രിക്ക് എത്ര മാർക്ക്, ഇനി എന്തെല്ലാം ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുക. ആ കുട്ടി എന്ന് പറയുന്നതും കുട്ടിയുടെ മാനസികാവസ്ഥ, കുട്ടിയുടെ ടാലൻറ്റ്, കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെടുന്നു. അല്ല എങ്കിൽ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഇത്രയെത്ര ജനങ്ങളുണ്ട്, ഇത്ര ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ. 4 മണിയാകുമ്പം പാരൻസ് സ്കൂട്ടറിനുള്ളിൽ ആ ട്യൂഷൻ കൊടുത്ത് സെൻറ്ററിൽ കൊണ്ടാക്കുന്നു, ഇവിടെ കൊണ്ടാക്കുന്നു ഒക്കെ. ഇപ്പം നമ്മൾ എന്നിട്ട് ലോകത്തിൻ്റെ ഇടയിലേക്ക് നോക്കുമ്പോൾ നമ്മളെടുത്തു നിന്നുള്ള ഒരു ഇന്നോവേറ്റീവ് തിങ്കിങ് ആയിട്ട് എന്താണ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് അത്ര ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കാൻ പറ്റാത്തതാണ്? നമുക്ക് അതിനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പ്രാപ്തരാക്കേണ്ടതാണ് വിദ്യാഭ്യാസമെങ്കിൽ അതിൽ നമ്മൾ എവിടേക്കോ ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതാണ്. ഈ നേരത്തെ ഇൻ്റർവ്യൂവിൽ വിജയേട്ടനൊരു വളരെ മനോഹരമായൊരു കാര്യം പറഞ്ഞു. എനിക്കതിൻ്റെ കറക്റ്റ് വേർഡിങ് ഇപ്പോൾ ഓർമ്മയില്ല. കുറേ കളിക്കളങ്ങൾ ഉണ്ടെങ്കിൽ ജയിലിലേക്കുള്ള ദൂരം കുറയുന്നു. ജയിലിലേക്കുള്ള ദൂരം കുറയാൻ കളിക്കളങ്ങൾ മതി എന്ന്.
അത് നിങ്ങൾ രണ്ടുപേരും പറയേണ്ട ഉത്തരവാണ്. കാരണം നമുക്ക് കളിക്കളങ്ങളും വൈകുന്നേരം കളിക്കുന്ന കുട്ടികളും ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ കുട്ടികൾ ഈ ഫുട്ബോളിൽ അങ്ങനെ സംഗതി കളിക്കുന്നവർക്ക് ഒരു കളി തോറ്റുണ്ട് അടുത്ത കളി ജയിക്കാമെന്നുണ്ട്. അതൊരു ഫിലോസഫിയാണ്, അടുത്ത കളി നമുക്ക് ജയിക്കണമെന്നുള്ളത്. അതില്ലാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിലോസഫി എങ്ങനെയാണ് ഒന്ന്? ഇല്ല, അത് ഞാനത് പറഞ്ഞതെന്താ വെച്ചാൽ, ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നു തന്നെ ഒരു ജയിലിൻ്റെ വാതിലടയെന്ന് പറഞ്ഞത് അത് കറക്റ്റാണ്. കാരണം നമ്മുടെ അവിടെ ഉണ്ടായതാണ്. കുറേ കുട്ടികൾ വോളിബോൾ കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പള്ളിയുടെ അവിടെ തന്നെ നെറ്റൊക്കെ ഇട്ടിട്ട് വോളിബോൾ കളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഏത് ക്ലബിൽ ഏതെങ്കിലും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഏയ് പറ്റൂല, പള്ളി വിടുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും, പിള്ളേർ ഇവിടെ നിന്ന് ബോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ മേത്ത് കൊള്ളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പിള്ളേർ പിന്നെ അപ്പുറത്ത് സ്ഥലത്ത് പോയിട്ട്, ഇത് രാത്രിയായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയായിരുന്നു. അപ്പോൾ പിന്നെ അപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ കടപ്പുറത്താണ്. അപ്പോൾ കെട്ടി നെറ്റുകൾ പറ്റൂല, കുർബാനയും ഇതൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബാന്ന് പറഞ്ഞു. പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ലാത്തപ്പോൾ കടപ്പുറത്ത് അവർ ബീറും സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരാൾ ചെക്ക് എടുത്തിട്ട് കുപ്പി എടുത്തിട്ട് വാക്ക് തർക്കം കഴിയുമ്പോൾ തലയിലടിച്ച് ആ ചെക്കൻ അങ്ങനെ പറഞ്ഞ ഒരു സ്പോർട്സിൻ്റെ വാതിൽ. അപ്പോൾ അവരെ തുറന്നു കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നില്ല. കാരണം ഇതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ക്യാമ്പുണ്ട്, സാറ് നടത്തുന്ന. ഞാൻ കുറേ കൊല്ലമായി അത്, ഇതൊരു എത്ര കൊല്ലമായി സാറേ, ഒരു 12 കൊല്ലമായി. അപ്പം ഞാനിങ്ങനെ ലുലുലി ഡ്യൂട്ടിക്ക് പോയിക്കാണ്. IPS കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഡ്യൂട്ടി ഞാൻ ചെന്ന് SA ആണ്. അപ്പോൾ വിജയൻ സാർ അവിടെ ഉണ്ടായിരുന്നു. നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് നിന്ന് ഡ്യൂട്ടിക്ക് വന്ന സാറേ എന്ന് പറഞ്ഞു. ഡ്യൂട്ടിക്കോ? നീ ഡ്യൂട്ടി ചെയ്തിട്ട് കേരള പോലീസിനെ നന്നാക്കൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ എയർ ക്യാമ്പിൻ്റെ അവിടെ കുറേ കുട്ടികളുണ്ട്, അവിടെ വന്ന് സാറ് എന്നും കാണും. സാറ് അപ്പോൾ അവിടെ കമ്മീഷനായിരിക്കുന്ന സമയമാണ്. ഒന്ന് ആ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്തു. മറ്റേ ആഭ്യന്തര മന്ത്രിയൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് കളിച്ചു. ഇത്രയും 12 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ പൈസയും മേടിക്കുന്നില്ല, ഒന്നും വേണ്ട. ചെറിയ കുട്ടികളാണ്, ഏജും നോക്കുന്നില്ല, എല്ലാവർക്കും വന്ന് കളി. ആ കുട്ടികളാണ്. അതിൽ നിന്ന് കുറേ കുട്ടികൾ സ്കൂൾ ഡിസ്ട്രിക്ട് സ്റ്റേറ്റൊക്കെ കളിച്ചു. പിന്നെ ഒരു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വിബീൻ എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു മാസത്തിലൊരിക്കൽ പേരൻസ് മീറ്റിംഗ് വെക്കണമെന്ന്. അപ്പോൾ പേരൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പിള്ളേർ ആദ്യം വന്ന് അങ്ങനത്തെ ഒരു ഏരിയ, ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ് പിള്ളേർ സൈക്കിൾ വിട്ട് വരുന്നത്. അത്ര ഏരിയയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊക്കെയാണ് വരുന്നത്, എവിടെ ചെന്ന് ഇരിക്കണത് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ക്യാമ്പിൽ വരും. അല്ലെങ്കിൽ നേരെ ക്യാമ്പിൽ 4:30 തൊട്ട് ക്യാമ്പ് തുടങ്ങി 6:30 വരെ കഴിയും. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തും, കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കും. പഠിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു സാറിന്, പേരൻസിനോട് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെയും പോകുന്നില്ല സാർ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കേട്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. കാരണം സാറൊരു ഇതിലാണ് ഞങ്ങളത് നടത്തുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ആ ക്യാമ്പ്. ഇത് ഈ വിജയനിപ്പം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ഈ രാമവർമ്മപുരത്തൊരു വലിയ പോലീസിൻ്റെ പരേഡ് ഗ്രൗണ്ടുണ്ട്. അവിടെ പോലീസുകാർ നിങ്ങൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ക്യാമ്പിൽ നിൽക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഗ്രൗണ്ട് ഫ്രീ ആണ്. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഓഫീസിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ ഈ ഗ്രൗണ്ട് ഫ്രീ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക എന്നുള്ളതാക്കി. അപ്പോൾ കുട്ടികൾ വരണമെങ്കിൽ ഒരു താരം വേണമല്ലോ. അപ്പം നമ്മൾ സ്വന്തം വിജയൻ അവിടെ നിൽക്കുന്ന സമയത്ത് വേറെ ആരെയും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നത് 500 കുട്ടികൾ, പിന്നെ രാവിലെയും വൈകുന്നേരമായിട്ട് 2-3 ബാച്ചാക്കി. ഈ ജനലിനുള്ളിലൂടെ നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ശരിക്കും കുട്ടികൾ പന്തെടുത്ത് പോകുന്നുണ്ട്. ചെറിയ കുട്ടികൾ പല തലമുള്ള ജേഴ്സീസായിട്ട് ഇട്ടിട്ട് ശരിക്കും ഒരു ചിത്രശലഭ കൂട്ടം ഓടി നടക്കുന്നതായിട്ട് വളരെ മനോഹരമായിട്ട് വൈകുന്നേരം കാണാൻ പറ്റും. ഒരു ഡിസംബർ മാസത്തിൽ പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ എല്ലാ ദിവസവും കളിച്ചിട്ട് പോകുന്ന 7 മണി 7:30 മണിക്കായിട്ടാണ്. അപ്പോൾ എനിക്കൊരു പേടി, ഈ കുട്ടികൾ ഇനി പരീക്ഷയിലിട്ടും തോറ്റ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നാണ്. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്ന്, എനിക്ക് തോന്നുന്നു വിജയൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾ കുട്ടികളെല്ലാവരും വിളിച്ച് ഇരിക്കാൻ പറഞ്ഞു. കളിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വളരെ നല്ലതാണ് സാർ. അപ്പം പറഞ്ഞു ഈ ഹാഫ് ഇയർലി പരീക്ഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു 75% കൂടുതൽ മേലെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞിട്ടേ പിന്നെ വരാൻ പറ്റുള്ളൂ അടുത്ത അറ്റംപ്റ്റിന്. ഇതിൻ്റെ പിറ്റേ ദിവസം നോക്കിയാൽ കുട്ടികളിൽ നല്ലൊരു ശതമാനം കാണാനില്ല. എനിക്കൊരു ഭയങ്കര വിഷമമായി, കുട്ടികളെ കാണുന്നില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണ്, കുട്ടികൾ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. എങ്ങനെയെങ്കിലും 75 കിട്ടാൻ. അതായത് നമ്മൾ കളിയും പഠനവും ഒക്കെ അവരുടെ താല്പര്യവുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ഒരു മാറ്റമാണ് വിജയൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ
ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗമാകുന്ന ആളുകൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-20,000 കുട്ടികൾ നമ്മൾ പല രീതിയിലായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പറയാതെ കുട്ടികൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഇപ്പോഴും വളരെ നന്നായിട്ട് ആ ക്യാമ്പ് ഒരു വിനയചന്ദ്രൻ തന്നെ നമ്മളൊരു പോലീസിലുണ്ടായിരുന്ന ഒരാൾ അവിടെ ഉണ്ട്. പേരൻസ് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാനും കളി കാണാനുമായിട്ട് വൈകുന്നേരം ഒരുപാട് പേരവിടെ വന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കളിയും സ്പോർട്സും ഒക്കെ ആയിട്ട് പരസ്പരം ബന്ധിപ്പിച്ചാൽ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കലായിരിക്കുന്ന അല്ല പലിയും വിദ്യാഭ്യാസമൊക്കെ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു മോഡൽ കൂടിയാണ്. കാര്യമായ പണത്തിൻ്റെ ചിലവൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല എന്നുള്ളത്. ഈ കളിയുടെ വിജയേട്ടനോട് ചോദിക്കുന്നുണ്ട്. വിജയേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഫുട്ബോളാണ്. ഫുട്ബോളാണ് നിങ്ങൾക്ക് ജീവിതം തന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു ഒരാളോട് പറയാം, കളി ഫുട്ബോൾ നിനക്ക് ജീവിതം തരും എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റുമോ? കാരണം ഇപ്പം നല്ല പൈസയാണ്. അപ്പോൾ എന്തെങ്കിലും പറയാം. ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ നന്നായി പഠിക്കും. അപ്പോൾ ചേട്ടൻ എന്നെ പഠിപ്പിക്കാറുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവൻ ഭയങ്കര അടിക്കും, എന്നെ വടിയെടുത്ത് അടിക്കും. അമ്മ അത് കണ്ടുവന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ അവൻ അടിക്കണേ എന്ന് ചോദിച്ചു. അല്ല, അവൻ പഠിക്കുന്നില്ല, അവന് പഠിക്കാനുള്ള ബുദ്ധിയില്ല, നീ കേട്ടോ അവനെ കളിക്കണ്ടല്ലോ, കളിക്കാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്ന കാരണമാണ് ഞാൻ കളിച്ചതും. അല്ല, അമ്മ പറഞ്ഞു നീ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളൊന്നും പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു അവനെ വിട്ടു, നീ പഠിച്ചോ, അവനെ വിട്ടോ, അവൻ പോയി കളിച്ചോട്ടെ. അങ്ങനെയാണ് ഞാൻ അവിടെ കളിച്ചിട്ട് ക്യാമ്പിലൊക്കെ പോയത്. അത് വലിയൊരു അമ്മ എന്തുദ്ദേശിച്ച് പറഞ്ഞതെന്നറിയില്ല. പക്ഷെ അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. കാരണം അമ്മ പറയുന്നത് നീ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് പറ്റാത്ത കാര്യമാണ്. അത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ പറഞ്ഞു തന്നെ. പക്ഷേ അത് എല്ലാവരും വിജയന്മാരാവുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു അധ്വാനം പിന്നെ ഇപ്പം ഈ കളീനെ കുറിച്ച് പറഞ്ഞാല് ഇപ്പം നമ്മളൊക്കെ ആദ്യം സെലക്ഷന് പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്ലെയേഴ്സ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റൂറൽ സ്കൂൾ ഡിസ്ട്രിക്റ്റോ അല്ലെ റൂറൽ ഡിസ്ട്രിക്റ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു അക്കാഡമിയുടെ സെലക്ഷൻ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിയുടെ സെലക്ഷൻ വെച്ചപ്പോൾ നടത്താൻ പറ്റിയില്ല. പോലീസ് വന്നിട്ട് അത്രയധികം ആൾ പാലസ് സ്റ്റേഡിയത്തിൽ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ISL തുടങ്ങിയ കാരണം നല്ല പൈസ ഉണ്ട്, ഫെയിമാണ്. അപ്പോൾ ആ പേരൻസിന് മനസ്സിലായി കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടുന്നതിനേക്കാൾ സേഫാണ് അവരിപ്പോൾ നോക്കണത്, പ്രൊഫഷണൽ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരൻസും ഒരു കുട്ടീനെ കൊണ്ടുവരണമെങ്കിൽ 3-4 അച്ഛൻ, അമ്മ, പെങ്ങൾ വരും അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ സ്റ്റേഡിയത്തിൽ കംപ്ലീറ്റ് ഇവിടുന്ന് 3/4 ഭാഗം പേരൻസും ഇവിടുന്ന് 3/4 ഭാഗം പിള്ളേരും. സെലക്ഷൻ നടത്താൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായി. പിള്ളേർക്ക് കളിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല, ആൾക്കാർ കൂടി ആണ്. പേരൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ. അത് നല്ലൊരു കാര്യമാണ്. പേരൻസ് ഇപ്പോൾ എൻ്റെ മോന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കിയാലേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പേരൻസ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫുട്ബോൾ അത്രയും പോപ്പുലറായി വന്നു. നമുക്കറിയാം ഇപ്പോൾ ISL ഒക്കെ കാരണം ISL വന്ന കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യം ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ TV കാണുമ്പോൾ മറ്റേ റൊണാൾഡോനോ അല്ല മറ്റേ റോബർട്ടോ കാർലോസിനൊക്കെ നമ്മൾ TV കണ്ട് ആരാധിച്ചുള്ള, അല്ല ബ്രസീലിൽ കളിക്കേണ്ട ആരാധിച്ചുള്ള അനേക്ക അവരൊക്കെ വന്ന് ഇന്ത്യയിൽ കളിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കുക, അവരെതിരെ കളിക്കുക. അതൊക്കെ വലിയൊരു സംഭവമല്ലേ. ഇന്നത്തെ കാലത്ത് ജനിക്കണമെന്ന് തോന്നിയിരുന്നോ വിജയന്? ഇല്ലില്ല, ഞാൻ ജനിച്ചത് കറക്റ്റ് ടൈമിൽ തന്നെയാണ്. അല്ല, ഞാൻ പറയാം ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി വീടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കോലുത്തുംപടം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു ഓലപ്പനയും അപ്പം ഞാനും അമ്മയും ചേട്ടനൊക്കെ ഒരു ചെറിയൊരു ഓലപ്പനയിലാണ് കിടക്കുന്നുണ്ടായിരുന്നു. വീടുണ്ടായിരുന്നു. അത് ഈ റോഡ് വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്ത് പോയി. പൊന്നുമല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അറിഞ്ഞോളൂ, ചെറിയ പൈസ ഒക്കെ അല്ലേ അത് തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ അവിടെ ഞങ്ങൾക്ക് 2 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് വീട് വെച്ച് കിടന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കളിക്കുന്ന സമയത്ത് പോലീസിൽ നിന്ന് പോയത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മോഹൻ ബാനിൽ പോയത് 91 പോയത്. അപ്പോൾ അവിടെ പോയി കാശ് കിട്ടിയപ്പം സ്ഥലം മേടിച്ചപ്പോൾ കുടുങ്ങി. സ്ഥലം മേടിച്ചപ്പോൾ അടുത്തായിരുന്നു, അത് ഫ്രീസ് ചെയ്ത സ്ഥലം. അപ്പോൾ പിന്നെ കരുണാകരൻ സാറായിരുന്നു വന്നു. ഞാൻ പോയിട്ട് സാറേ ഇങ്ങനെ പോയിട്ട് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്. പക്ഷെ അത് മാറ്റി തന്നു ആൾ. അപ്പോൾ അവിടെ കുറേ വീടായി, മെട്രോ സിറ്റി ആയി. ഇപ്പോൾ അവിടെ അടിപൊളി വീടുകളും ഇതൊക്കെ വന്നു. അതാണ് മെയിനായിട്ട് ഞാൻ മോഹൻ ബാനിൽ പോകേണ്ട കാരണം. അപ്പം അന്ന് കളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടണ അന്നത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ വലിയ പൈസ തന്നെ ആയിരുന്നു മേടിക്കേണ്ടായിരുന്നത്. അതുകൊണ്ട് ജനിച്ചത് അന്നായാലും ഇന്നായാലൊക്കെ എനിക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് ഇന്ന് ഫുട്ബോളിൽ ഇറങ്ങാം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഫുട്ബോൾ എന്നല്ല, എല്ലാ സ്പോർട്സിലെല്ലാ ഇവൻ്റ്
പഠിച്ചിട്ട് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പോലീസിൽ ഏതാ റാങ്ക് എന്ന് അറിയില്ലേ. എന്നേക്കാളും കൂടുതൽ പഠിച്ചവർ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ഇല്ലേ, അതെ. ഒന്നുമില്ലാണ്ട് കിടന്ന് നടക്കണവരുണ്ട്. പഠിച്ച് നല്ല പഠിപ്പ് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ പിന്നാലെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്പോർട്സ് ഏത് ഇവൻ്റ് ആയിക്കോട്ടെട്ടാ, അതിന് പിന്നാലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ വന്നാണ് ഞങ്ങളൊക്കെ ഇഷ്ടംമാതിരി സ്പോർട്സുകാരാണ്. കേരള പോലീസിൻ്റെ എത്ര ഇപ്പോൾ ഈ ജോസഫ് സാറ് ഈ ടീം എടുത്തപ്പനെ, പോലീസ് ടീം എടുത്തപ്പനെ, വോളിബോൾ, ബാസ്കറ്റ് ബോൾ എല്ലാ ഇവൻറ്റും ഉണ്ട്. അപ്പോൾ എത്ര ഫാമിലി രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കണം. അതൊക്കെ വലിയൊരു കാര്യമില്ല. വിജയേട്ടനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ വിജയേട്ടൻ പി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ പേര് വായിക്കുന്നത് ചേലേമ്പ്ര കേസിലാണ്. ചേലേമ്പ്ര കേസിൽ തന്നെ ഷെർലക് ഹോംസിൻ്റെ ഒരു കഥ, അന്ന് നമ്മൾ ഈ ഷെർലക് ഹോംസ് വളരെ ആവേശത്തോടെ വായിക്കുന്ന കാലമാണ്. ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയിൽ നിന്നാണ്, ആ കഥയുടെ ഒരു ഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ ആ ചേലേമ്പ്ര കേസ്, അതിപ്പോൾ പുസ്തകമായി ചേലേമ്പ്ര ബാങ്ക് കവർച്ച എന്ന അതിഗംഭീരമായ പുസ്തകമായി മാതൃഭൂമിയിൽ അനിർബൻ ഭട്ടാചാര്യയുടെ. എവിടെ നിന്നാണ് ആ കഥയുമായുള്ള കണക്ഷൻ? ഇതൊരു സാഹിത്യോത്സവം കൂടിയാണല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്ന് പറയൂ. ഈ ഒരു കാര്യം വിജയൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു. വിജയൻ്റെ അമ്മ പറഞ്ഞ അവൻ കളിക്കല്ലേ, കളിക്കുന്നവനെ പിന്നെ എന്തിനാണ് പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതെന്ന്. ഇത് ഇന്ന് എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ എത്ര അമ്മമാർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇതാണ് നമ്മളെ പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ടൊരു വകതിരിവ് ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന അമ്മ വിജയൻ്റെ സ്കൂളിലൊന്നും പോകാത്ത വിജയൻ്റെ അമ്മയല്ലേ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഇത് പലപ്പോഴും ഞാനൊക്കെ പണ്ട് നാടകം കളിക്കാനൊക്കെ പോയി. നാടകത്തിൽ വലിയ അഭിനേതാവൊന്നുമല്ല, ഞാൻ പാതിരിയൊക്കെ ആയി വരുമ്പോൾ അമ്മക്ക് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒന്നും തന്നെ പറയാറില്ല. അതേപോലെ ഞാൻ പഠിക്കാൻ എന്നെ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തിനാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കാമല്ലോ. അത് എങ്ങനെ സഹായിക്കാൻ എന്നെ അമ്മൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ അളവ്, ഒരു പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ പാരൻസിന് ഇല്ലാതെ പോകുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒരു കാരണമാണെന്ന് തോന്നുന്നു. ഈ ചേലേമ്പ്ര കേസ് ഒരുപാട് ഇമാജിനേഷനും പിന്നെ ഒരുപാട് ഇൻറ്റ്യൂഷൻസും അതിലേറെ വലിയൊരു കൂട്ടായ്മയുടെയും റിസൾട്ടാണ്. ഒരുപക്ഷെ ഇപ്പം പറയുമ്പോൾ വളരെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകാന്ത് ചോദിച്ച പോലെ 10ാം ക്ലാസ് തോറ്റിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഫീലിംഗ് അല്ല IPS കിട്ടി അഡീഷണൽ DGP ആയിട്ട് ഇരിക്കുന്ന സമയത്തുണ്ട്. അന്നപ്പം വേണേൽ കുറേ ഫിലോസഫിയൊക്കെ പറയാം, പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നത് വേറെ പിക്ചറായിരിക്കും. എന്നതുപോലെ ഈ കേസിൻ്റെ തുടക്കം എന്ന് പറയുന്ന സമയത്ത് വളരെ പ്രയാസകരമായിരിക്കുന്നതാണ്. കാരണം ഒരുപാട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ്, മർഡറുകൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഈവൻറ്റ് നടക്കാൻ പോവുക. അതിൻ്റെ ഇടയിൽ ഒരു 4000 കുടുംബങ്ങളുടെ താലിമാല പണയം വെച്ചത് മോഷണം പോവുക. അതിന് 80 കിലോ ഭാരത്തിലുണ്ടാകുക. ഒരു തെളിവില്ലാത്ത രീതിയിൽ അതിസമർത്ഥമായിട്ട് തെളിവ് നശിപ്പിക്കുക. തൊട്ടടുത്തൊരു 10-11 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അതെന്തായോ എന്ന് ചോദിക്കും. എന്നിട്ട് ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് പറയുകയും ചെയ്യും, അവനാണ് കള്ളനെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിനും കൊള്ളില്ലാത്ത പോലീസാണെന്ന് കൂടി അമ്മ സ്വകാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മീഡിയ, ഈ പിന്നെ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫും പിന്നെ മനോരമയുടെ ബ്യൂറോ ചീഫും ആ സമയത്ത് ഞങ്ങൾ വലിയ കമ്പനി ആയതുകൊണ്ട് മോർണിംഗ് വാക്കിന് ഒന്നിച്ചാൽ പോകും. ഒരു സൈഡത്ത് മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫ്, മനോരമയുടെ ബ്യൂറോ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ബാബുരാജ്, ഇങ്ങേ സൈഡിൽ ശ്രീനിവാസ്. ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അതൊന്നും ആയില്ലല്ലേ, നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്ന അത്ര പിഴിഞ്ഞെടുക്കുക. അങ്ങനെ അതിമാനസികമായ പീഡനം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുക. ഇതിൽ ചില ക്ലൂസാണ്. ഇപ്പോൾ ഈ ഷെർലോക്ക് ഹോംസിൻ്റെയൊക്കെ പിന്നെ കഥകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിനേക്കാൾ വേറൊരു പ്രശ്നം, എൻ്റെ ഭാര്യ ഈ ഷെർലോക്ക് ഹോംസിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണോ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾക്ക് അറിയാമല്ലോ, വീട്ടിൽ നിന്നും അഡ്വൈസ് എടുക്കണം നമുക്ക് വെച്ചിട്ടാണ് ഭർത്താവിനെ നോക്കുക അല്ലേ. എന്നോട് ചോദിക്കും ഞാൻ വേണമെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയും. പുള്ളിക്കാരത്തി ഒരു ജില്ലയുടെ ഭരണമുണ്ട്, അത് പൂർണ്ണമായിട്ട് നോക്കിയാൽ മതി. കാരണം പുള്ളിക്കാരത്തി ഒന്ന് കളക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല, ഭാര്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു 10ാം ക്ലാസ്സിൽ തോറ്റപ്പോഴും ഇത്രയധികം പ്രശ്നം ഉണ്ടായില്ല. അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം അന്ന് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പലപ്പോഴും തന്നെ നമ്മൾ ഏതൊന്നിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സ്, നമ്മളെ മൈൻഡ് പൂർണ്ണമായിട്ട് ഏതൊന്നിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മളിലേക്ക് ഉയർത്തിരിഞ്ഞ് വരുന്ന ചില ഹിൻറ്റുകളുണ്ടാവും, ചില സൂചനകളുണ്ടാവും. ഈ പണ്ട് ഇയാൾ പിന്നീട് ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതിയായിട്ടൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സൈനുകൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. ആ സൈനുകൾ കണ്ടില്ലെന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈനുകൾ വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. അതുപോലെയുള്ള സൈനുകളായിരുന്നു ഈ പറഞ്ഞ ഷെർലോക്ക് ഹോംസിൻ്റെ ഒക്കെ ചില ഹിൻറ്റുകൾ എടുത്തിട്ട്. അതായത് ഒരുത്തൻ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്,
ആ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷനിൽ 2 ആളെ വിളിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ വേറൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ആ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രതിയെക്കുറിച്ച് ഐഡിയ കിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് 4 സർവീസ് പ്രൊവൈഡേഴ്സേ ഉള്ളൂ. അന്ന് 12 സർവീസ് പ്രൊവൈഡേഴ്സ്. 12 സർവീസ് പ്രൊവൈഡർമാരുടെ എവിടെയോ ഉള്ള ഏതോ ടവറിൽ ഇവൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു ഊഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്. മൊബൈൽ ഉണ്ടല്ലേ സാർ? മൊബൈൽ ആയിട്ടുണ്ട്. ആയി വരുന്ന ഏറ്റവും മൊബൈൽ ഫോറൻസിക് എന്ന് പറഞ്ഞത് ഒട്ടും ഡെവലപ്പ് ചെയ്യാത്തൊരു ഘട്ടത്തിലാണ്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഈ ഉരുത്തിരിഞ്ഞ് ആദ്യം 5000 കോളുകൾ നോക്കുന്നു. പിന്നെയാണ് പറയുന്നത് 2 ലക്ഷം 20 ലക്ഷം കോളുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാലാണ് ഞങ്ങൾക്ക് പോസിബിളായ ഒരു നമ്പർ അതിനകത്ത് കിട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു എസ് ഐ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതൊന്നും വലിയ ആളുകളൊന്നല്ല. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിക്കും സാധാരണക്കാരായ ആളുകളാണ്. എൻ്റെ ഒരു റിസർവ് സബ് ഇൻസ്പെക്ടർ അൻവർ എന്ന് പറഞ്ഞ കക്ഷി ഒരു കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഫിൽറ്ററിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. 2008 ഒരു ഏകദേശം കംപ്ലീറ്റ് ചെയ്ത ഒരു ജനുവരി 20 അതിൽ നിന്നാണ് ഫിൽറ്റർ ചെയ്ത് ഞാനും പുള്ളിയും കൂടി ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്താണ് നമ്മൾ അവസാനം അതിൻ്റെ അകത്തൊരു നമ്പർ കിട്ടി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ നമ്മളെ ഈ ഷെർലോക്ക് ഹോമിൻ്റെയൊക്കെ പോലീസ്, ഞങ്ങൾ ഇതിൽ എത്ര പേര് പോലീസുകാരുണ്ടെന്നല്ല, ഇത്തരം ഷെർലോക്ക് ഹോമിൻ്റെയൊക്കെ തിങ്കിങ് അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അബദ്ധമായിരിക്കും. പിന്നെ ഷെർലോക്ക് ഹോം പോണമായി തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് പിന്നെ സുരേഷ് ഗോപിൻ്റെ ഒരു സ്ട്രോങ് ഡയലോഗ് ആയിട്ടൊന്നും പോയാലൊന്നും കള്ളനെ കിട്ടാനൊന്നും പോകില്ല. കള്ളനെ കിട്ടണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്കുള്ള നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. പക്ഷേ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ കമ്മീഷണർ സിനിമ നമുക്കൊരു അത് പ്രാക്ടിക്കലി ശരിയായിരിക്കില്ല. പക്ഷേ നമ്മളുടെ ഒരു ഊർജം വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുറത്തെടുക്കുന്നതിനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടും. പലതും കൂടിച്ചേർന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും കോപ്പി അടിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ജീവിതം ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ എവിടുന്നെങ്കിലൊക്കെ ഒരു നുള്ള് ഒക്കെ പെറുക്കിയെടുത്തിട്ടാണ് ഒരുപാട് ആളുകളെ ജീവിതങ്ങൾ ഉണ്ടാക്കുന്നത്. ആരുടേതും ഒന്നും ഒറിജിനലല്ല സത്യത്തിൽ, പലരുടെയും കൂടി ചേർന്ന് സാർ. അങ്ങനെ പലരുടെയും അന്വേഷണത്തിൻ്റെ ചെറിയ തുമ്പുകളും ഒരുപാട് വിവരക്കേടുകളും ഒരുപാട് പരാജയങ്ങളൊക്കെ ഏറ്റുപെട്ട ഒരു കേസാണത്. പരാജയം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ ചില ഓപ്പറേഷനൊക്കെ പോയിട്ട് റായ്പൂരിലൊക്കെ പോയിട്ട് നിസ്സഹായരായിട്ട് പോരുകയും ഹൈദരാബാദിൽ പോയിട്ട് ഞങ്ങളൊരു ടീം 10-20 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ അതിൻ്റെ സക്സസ് സ്റ്റോറീസ് മാത്രം പറയാൻ തുടങ്ങിയെന്നുള്ളതാണ്. അതിൻ്റെ സക്സസ് സ്റ്റോറിയാണല്ലോ എപ്പോഴും ആളുകൾ അറിയുള്ളൂ, അതിൻ്റെ പിന്നിലുള്ളത് അറിയില്ലല്ലോ. ഈ വിജയേട്ടൻ പറഞ്ഞ പോലെ വിജയേട്ടൻ ഈ നമ്മളെ ജീവിതം ചാർട്ട് ചെയ്യാതെ പോയ ഒരാളാണ്. ഫുട്ബോൾ വന്നു, സിനിമയിൽ വന്നു, അങ്ങനെ ഒരു ചാർട്ട് ചെയ്യപ്പെടാത്തൊരു ജീവിതമാണ്. ഈ സിനിമയിലേക്കൊക്കെ ആദ്യം വിളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? നമുക്ക് യാതൊരു വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. സിനിമയിൽ ജയരാജേട്ടനാണ് വിളിച്ചത്. ഞങ്ങളൊരു ഫംഗ്ഷന് അവിടെ തൃശ്ശൂർ ഇരിക്കുകയാണ്. അപ്പോൾ ആളും ഗസ്റ്റാണ്, ഞാനും ഗസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമാണ്? എന്നിട്ട് അടുത്ത എൻ്റെ പടത്തിലെ നായകനാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കണ്ണാടിയൊക്കെ നോക്കാറുണ്ട്, പടത്തിലല്ല അഭിനയിക്കാൻ പോണേ, കണ്ണാടിയൊക്കെ നോക്കാറുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടൻ സ്റ്റേജിൽ പോയിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞ് ഞാനും അവിടെ ഇരിക്കുകയാണ് വെച്ചിട്ടുണ്ട്, അടുത്ത എൻ്റെ പടത്തിലെ നായകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ പടങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്, നല്ല പടങ്ങൾ ചേട്ടൻ്റെ കുറേ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ പെണ്ണിനോട് ചോദിക്കേണ്ട, സിനിമയിൽ അഭിനയിക്കാൻ പോകണമല്ലേ, പെണ്ണിനോട് ചോദിക്കേണ്ട പറ്റില്ലല്ലോ. ഞങ്ങളോട് ചോദിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്, തൃശ്ശൂരാണ് താമസിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ ഷോയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ദുബായിൽ പോയി. അപ്പോൾ ജയരാജന് നല്ല ഡയറക്ടറിന് കിട്ടി. ഭയം കൊണ്ട് അതൊരു നാഷണൽ അവാർഡ് കിട്ടി ആ പടത്തിന്. അപ്പോൾ ഞാൻ നായകൻ നന്നായിട്ട് അഭിനയിച്ചാലേ നാഷണൽ അവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ചേട്ടനോട്, ചേട്ടന് അവാർഡൊന്നും വേണ്ടേ, എന്നെ വിളിച്ചോളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫുട്ബോളാണോ അഭിനയമാണോ എളുപ്പം? എൻ്റെ ഫുട്ബോൾ, എൻ്റെ ജീവിതം തന്നെ ഫുട്ബോളാണ്. ഞാൻ ഫുട്ബോൾ കളിച്ചാൽ ഇവിടെ വന്നിരിക്കുന്നതും സിനിമയിൽ വന്നതൊക്കെ ഫുട്ബോൾ കളിച്ചായിരുന്നു. ജീവിതത്തിൽ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് മറ്റേ പത്മശ്രീയൊന്നും കിട്ടില്ലല്ലോ ഈ മോന്തം വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഫുട്ബോളാണ് എൻ്റെ മെയിൻ. പക്ഷേ ജയരാട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അത് എന്തിട്ടാണ് മര്യാദ കാണുമ്പോൾ ചോദിക്കുന്നത്. ഇതെൻ്റെ കാലിനേക്കാളും സൗന്ദര്യം എൻ്റെ ഫേസിലാണ്. ഞാൻ പൊന്നോ ഇതെന്താണിത് എൻ്റെ ഫേസിലോ? ഞാൻ അതിന് ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ കളിയാക്കാൻ പറഞ്ഞാണോ എന്ന് ചോദിച്ചു. അല്ലോടോ എനിക്ക് തോന്നണം അങ്ങനെയാണ്, നിൻ്റെ കാലിന് സൗന്ദര്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കളിയിലേട്ടാ, അല്ലാണ്ട് ഈ കാലമാണല്ല, കളിയിലെ സൗന്ദര്യമാണ്. അപ്പോൾ
എന്നിട്ട് ഫേസിലാണ് ഞാൻ കണ്ണു പൊലിപ്പ് ഇത് എന്നോട് തന്നെ ആണോ പറയുന്നത് ചേട്ടൻ എന്ന് ചോദിച്ചു. വിജയേട്ടനോടൊരു ലാസ്റ്റ് ചോദ്യം പിന്നെ ഇന്ന് ക്രൗഡിന് ചോദിക്കാനുണ്ടാവും. നമ്മുടെ ഒരു സാമൂഹികമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ എവറി ഡേ ഡ്രഗ്സ്, കൊലപാതകം, മന്ത്രവാദം, ഈ ജാതി കുഴപ്പങ്ങളുടെ ഒരു ഭയങ്കര കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്, ആസ് എ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലല്ല ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ ഓർഡറിൽ ഇങ്ങനൊരു വല്ലാത്തൊരവസ്ഥ നമ്മളിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്? ഈ ഞാൻ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രഗിൻ്റെ അവൈലബിലിറ്റി കൂടുന്നു. ഇതൊരു എങ്ങനെയാണ് ഇതിനെ അസസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കൊരു പ്രീവിയസ് ഡാറ്റ ഇല്ല. ഉദാഹരണത്തിന് 1980 ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ഡ്രഗായിരുന്നു, 2025 എത്തിയപ്പോൾ ഇത്രയും ഡ്രഗ് ഉണ്ടെന്ന് പറയാൻ ഒരു കമ്പാരിറ്റീവ് ഡാറ്റ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം പറയാം, ചില പറയും തിരുവനന്തപുരം ജില്ലയിൽ ഡ്രഗ് കൂടുന്നു. എന്താ പറയുന്നത്? കഴിഞ്ഞ ഇത്ര കേസ് പിടിച്ചു, ഇതിൽ ഇത്ര മയക്കുമരുന്നിൽ ഇന്ന ഡ്രഗൊക്കെ പിടിച്ചു. പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ കേസില്ല, ഡ്രഗ് ഉണ്ടാവില്ലേ? അപ്പോൾ പിടിച്ചതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്രയധികം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്ന വിഷ്വൽ മീഡിയ, പ്രിൻ്റ് മീഡിയ, സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ചെറിയ ഇൻസിഡൻറ്റ് പോലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല പ്രീവിയസിനേക്കാൾ കൂടിയിട്ടുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം, മാനിഫെസ്റ്റേഷൻസ് എടുത്ത് നോക്കിയാൽ വളരെ അലാമിംഗ് ആയിരിക്കും കാണാൻ പറ്റും. അതാണ് ഈ മാനിഫെസ്റ്റേഷൻസിൽ നമ്മൾ അൺഹേർഡ് ആയിരിക്കുന്ന ഇന്ന് രാവിലെ ഇപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ എല്ലാ ദിവസവും രാവിലെ ഓരോരുത്തർ വിളിച്ച് പറയുന്നത് ഈ കണക്കുകളാണ്. ഇന്ന് രാവിലെ ഒരു അച്ഛനെ മകൻ വെട്ടിക്കൊന്നു എന്നുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം പിന്നെ ആലപ്പുഴയിൽ അമ്മയും അച്ഛനെയും കൂടി തീയിട്ട് ചുണ്ടുകൊട്ടുന്നു. വേറെ ഇനി ഒരുത്തൻ്റെ ദുഃഖം എന്ന് പറയുന്നത് അവൻ ഒരാളെ കൂടി കൊല്ലാന്ന് വെച്ചിന് അത് തീർന്നില്ല എന്നാണ് ചെന്താമര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈ വയലൻസ് സൊസൈറ്റിയിൽ കൂടി വരുന്നു, വയലൻസ് കൂടുന്നു എന്നുള്ളത് അത് ഈ വയലൻസ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഗുണ്ടാക്രമണം അങ്ങനെയുള്ളതല്ല. ഇത് കൂടുതലും ഇൻറ്റേർണൽ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ എന്നെ അവിടെ ഒരു വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നേരത്തെ ഇതിലൊക്കെ വന്ന സമയത്ത് കുറച്ച് ആളുകളായിരുന്നു, ഇപ്പോൾ ഇവിടെ ആൾ കൂടിയിട്ടുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും ഒരുപക്ഷെ പിന്നെ തീർത്ഥാടകരുടെയും, ഞാൻ പറഞ്ഞ എല്ലാ മതസ്ഥരുടെയും ദേവാലയങ്ങളിലും പിന്നെ ഭക്തരുടെ എണ്ണം കൂടുന്നു. പക്ഷെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ സമാധാന അന്തരീക്ഷം കൂടുകയാണോ കുറയുകയാണോ? ഒരു ഭാഗത്ത് വിശ്വാസങ്ങളൊക്കെ കൂടുന്ന സമയത്ത് ആത്മീയമായ ശക്തി കാര്യമായി കുറഞ്ഞു വരുന്ന ഒരു കാര്യം കാണാതിരിക്കും വലിയ രീതിയിൽ. അപ്പോൾ ഒരു കലക്റ്റീവായിരിക്കുന്ന ഒരു റീലുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യ പരിപാലനം നടത്തുന്ന ആളുകളായിരുന്നാലും മതപ്രസ്ഥാനങ്ങൾ നടത്തുന്നാലും NGOs ആയാലും എല്ലാവരും തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ ഇതിനകത്ത് നടത്തേണ്ടത്. എന്തുകൊണ്ട് ഇത് വർദ്ധിക്കുന്നു, നമുക്ക് എവിടെയാണ് ഈ പിഴയ്ക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മളിൽ എന്തൊക്കെയോ കാണുന്ന ഒരു പ്രയോറിറ്റീസ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ശരിയെന്ന് തോന്നിയിരിക്കുന്ന ഒരു മൂല്യത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെയാണോ ഇതിലേക്ക് ട്രിഗർ ചെയ്യുന്നതുള്ളൊരു ആത്മപരിശോധന നടത്തുന്നത്. ഓക്കെ, നിങ്ങളിപ്പം പറയുന്നത് അതൊന്നും പോലീസ് ശരിയല്ല എന്നുള്ളത് അത് പണ്ടേ ഞങ്ങൾ പോലീസിന്റെ പ്രശ്നമാണ്, അത് ഞങ്ങൾ പണ്ടേ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ സ്വീകരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫെയിലിയറാന്ന് ആദ്യം അങ്ങ് പറയും. പക്ഷെ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഡ്രഗിൻ്റെയൊക്കെ കേസെടുത്ത് നോക്കിയാൽ അതിനൊരു സപ്ലൈ ഉണ്ടായിരിക്കുന്നുണ്ട്, ഒരു ഡിമാൻഡ് സൈഡും. വേറെവർ ദർ ഈസ് ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമൂഹത്തിൽ എന്തുകൊണ്ട് ആളുകൾ, നിങ്ങൾ ചില ഡ്രഗ് പെഡ്ലേഴ്സിൻ്റെയൊക്കെ ഓവർ ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങേൻ്റെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയൊന്നും ഇന്ന് ഇത്രയേ തരാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അവരുടെ ഒരു വിഷമം നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഒരു കരയുന്ന ഒരു ദുഃഖിക്കുന്ന ഒരുപാട് ആളുകൾ എന്തുകൊണ്ട് ഈ ഡിമാൻഡ് ഇന്നേണ് ഇത്രയും അർജ് ചെയ്ത് വരുന്നു. ദിസ് ഇസ് എ സീരിയസ് ഇഷ്യൂ. സമൂഹത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഡീറെയിലിംഗ് എവിടേക്കോ നടക്കുന്നുണ്ട്. ആ ഡീറെയിലിങ്ങിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും നടത്തേണ്ടുന്ന ഒരു അന്വേഷണമാണ്. ഇനി ഏതായാലും എൻ്റെ ചോദ്യം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവരോട് രണ്ടുപേരോടും ചോദ്യം ചോദിക്കും. സർ, ഗുഡ് ഈവനിങ് ടു ബോത്ത് ഓഫ് യു. I am വിജയൻ സാറാണ്. സാർ, എന്തുകൊണ്ടാണ് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫുട്ബോളിൽ ഇന്ത്യക്ക് ഉയർന്നു വരാൻ പറ്റാത്തത്? ഇൻ്റർനാഷണൽ ലെവലിൽ ആസ് എൻ ഇന്ത്യൻ ടീം ഫുട്ബോളിൽ എന്താ മനസ്സിലായില്ല സാർ? ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് ഫുട്ബോളിൽ നമുക്ക് ഉയർന്നു വരാൻ പറ്റാത്തത്? ഇപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം ശരിയാണ്. ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല
കോച്ചസ് മാറേണ്ട കാര്യമൊന്നുമില്ല, പ്ലെയേഴ്സാണ് മാറേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റഫ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ അടുത്തതാവും ചോദ്യം, ഇപ്പോൾ ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കാമെന്ന് ചോദിക്കുക. അപ്പോൾ എന്തായാലും ഞാനൊക്കെ പറഞ്ഞൊരു 10-25 വർഷം ഒന്നും പോരാ, 10-30 വർഷം കഴിയണം. കഴിയുമ്പോൾ ചെറിയ കുട്ടികളെ ഇവിടെ ഒന്നും ട്രെയിനിങ്ങിന് വിടരുത്, പുറത്ത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അസോസിയേഷനൊക്കെ എടുത്തിട്ട് പുറത്ത് വിട്ട് ആ 10-25 കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കും വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും. കാരണം അടുത്ത വേൾഡ് കപ്പ്, ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൽ ടീമിൻ്റെ എണ്ണം കൂട്ടുക, 48 ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഏഷ്യയിൽ നിന്ന് തന്നെ 12 ടീമൊക്കെ വരും. തീർച്ചയായിട്ടും ഒരു ഏഷ്യയിലൊരു ബെസ്റ്റ് 4-ലൊക്കെ വന്നാൽ നമുക്ക്, ബെസ്റ്റ് 6-ൽ വന്നാലും മതി, നമുക്ക് തീർച്ചയായിട്ടും വേൾഡ് കപ്പ് കളിക്കാം. ഒരു ഇപ്പോൾ അടുത്ത കൊല്ലം വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അതെന്തായാലും നടക്കുന്ന കാര്യമില്ല. ഒരു 10-30 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കാം. ഇവിടെ പേരൻസ് ഇഷ്ടം വരില്ല. ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ പേരൻസൊക്കെ പിള്ളേരോട് പറഞ്ഞത്, നമ്മൾക്ക് ലഹരി എന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ആ ലഹരി ലൈഫ് ലോങ് ഉള്ളതാണ്. മറ്റേ ലഹരിയൊക്കെ ഷോർട്ട് പീരീഡിനുള്ളതാണ്, ജീവിതം കോഞ്ഞാട്ടായി പോകുന്നതാണ്. അപ്പോൾ ഏത് ഇവൻ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ കുട്ടികൾക്ക് പാട്ട് പാടാനാവും, ചിലർക്ക് പടം വരയ്ക്കാനാവും. അപ്പോൾ അവരിന് അതിനങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ലഹരിയേക്കാളും വലിയതൊന്നും ഇല്ല ഇങ്ങനത്തെ ലഹരിയൊക്കെ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോർട്സിലായാലും ഫുട്ബോളായാലും ബാസ്കറ്റ് ബോളായാലും കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാലത്ത് പോയി കളിക്കുക, വൈകിട്ട് പോയി കളിക്കുക, ഒരു വേറൊരു വൈബാണ്. നിങ്ങൾ പേരൻസ് ഉള്ള കാര്യം പറഞ്ഞ കേട്ടോ, ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്ക് പടം വയ്ക്കുക, അല്ലെങ്കിൽ പാട്ട് പാടാനാവും. അതൊക്കെ അവർക്കാണ് അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖം പാട്ട് പാടുക, ആ പാട്ട് പാടുന്നുണ്ട്, ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളൂ അവർ. ഹലോ സാർ, ഞാൻ രാജൻ അനശ്വര. സാർ, നിങ്ങളുടെ ജീവിത വിജയം അറിയുവാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് നൽകാൻ സാധിക്കും? അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എന്ത് മെസ്സേജ് നൽകാൻ സാധിക്കും? ഞാൻ എൻ്റെ ജീവിതകഥ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് എല്ലാവരും കേട്ട് മടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് അധികം എൻ്റെ ഉള്ളിലേക്ക് പോകാത്തത്. ഇത് കുറേ ആൾക്കാർ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ ടി വിയിൽ മാതൃഭൂമി ചാനലിലോ അല്ലെ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവന് ഇതന്നെ പണിയുള്ളൂ, എവിടെ ചെന്നിരുന്നാലും അവൻ്റെ കഥ പറയാനേ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ അധികം ഒന്നും പറയാൻ. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനും കൂലിപ്പണിയായിരുന്നു, അച്ഛനും ഹോട്ടലിൽ കൂലിപ്പണിയായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. അപ്പം എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ എന്നെ ക്യാമ്പിൽ കൊണ്ടാക്കിയത് 3 ഇയറിൻ്റെ ക്യാമ്പിൽ. ഇപ്പോൾ ഞാൻ സാറ് പറഞ്ഞ പോലെ എന്നെ ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നതല്ല, എന്നെ പല ആൾക്കാരും സഹായിച്ചിട്ട് വന്നതാണ്. എന്നെ ഫസ്റ്റ് ഫുട്ബോളിൽ അന്ന് പേപ്പറൊന്നും ഇല്ല വീട്ടിൽ, അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രൊഡക്റ്റാണ് ഞാൻ. അപ്പോൾ ജോസ് പറമ്പെന്ന് പറഞ്ഞ ആളാണ് എന്നെ ക്യാമ്പിലേക്ക് കൊണ്ടാക്കിയത്. അപ്പോൾ അച്ഛനാണ് ക്യാമ്പിൽ എന്നിട്ട് എന്നെ സെലക്ഷന് കൊണ്ടാക്കിയത്. പക്ഷേ ഞാനൊരു IM വിജയനായിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല, വിജയനായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. പിന്നെ IM കൂടി വന്നപ്പോൾ അച്ഛനെ കാണാൻ വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം മക്കളൊക്കെ എന്തെങ്കിലും ആകുമ്പോൾ അച്ഛനെ അത് കാണുമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ അച്ഛനൊരു ആക്സിഡൻറ്റ്, സൈക്കിളിൽ പോകുമ്പോൾ അരി മേടിക്കാൻ പോയതാണ്. അരി മേടിക്കാൻ പോകുമ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ റേഷൻ കാർഡ്, 2 റേഷൻ കാർഡ് ഇരിക്കണം, അമ്മേരെ റേഷൻ കാർഡ് ഇരിക്കണതാണ്. അപ്പോൾ അച്ഛനും എന്നെ പോലെ തന്നെ പഠിപ്പൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ റേഷൻ കാർഡ് തെറ്റിയെടുത്തിട്ട് പോയി. അത് തിരിച്ചു വന്നിട്ട് മറ്റേ റേഷൻ കാർഡ് എടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സൈക്കിളും വരുമ്പോൾ വണ്ടി ഇടിച്ചതാണ്. അപ്പോൾ 81 ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെക്കനാണ്. ആ ക്യാമ്പിലൊക്കെ അങ്ങനെ പോണ സമയമായിരുന്നു. 3 ഇയറിൻ്റെ ക്യാമ്പിൽ, ചാതുർ സാറിൻ്റെ ക്യാമ്പിലായിരുന്നു. കൂടുതൽ പറയുന്നത് കഴിഞ്ഞാൽ പലർക്കും ബോറടിക്കും. ഈ പിന്നെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞത് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വിചാരിക്കണേ ഞാൻ വിജയിച്ചിട്ടില്ല, ഇനിയുള്ള ബാക്കിയുള്ള സമയത്താണ് എന്തെങ്കിലും ചെയ്ത് വിജയിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബേസിക്കലി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ജീവിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള, കാരണം ഒരുപാട് ചില സമയത്ത് നമ്മൾ പരാജയ ഭീതി നമ്മൾ മുന്നോട്ടേക്കുള്ള യാത്ര നയിക്കും. നമ്മൾ തോറ്റു പോകുമ്പോൾ എന്നുള്ളത്. വേറൊരു സമയത്ത് നമ്മളിലുണ്ടാകുന്ന ലേസിനെസ്, നമ്മൾ ഈ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില പ്രായം ചെന്നിരിക്കുന്ന ആൾ, ഞാനൊരു അടുത്തൊരു കഴിഞ്ഞ ദിവസം ഒരു വളരെ സക്സസ്ഫുൾ ഒരു ബിസിനസ് മാൻ കണ്ടു. ഹീസ് 82. പുള്ളിക്കാരന് നാളെ ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുള്ളിക്കൊരു മടിയില്ല. അപ്പം നമ്മൾ കാണുന്ന ഈ എക്സ്ക്യൂസുകളും ലേസിനെസ്സിനും നമ്മളെ വലിയ രീതിയിൽ നമ്മളുടെ ഒരു ഇന്നർ പൊട്ടൻഷ്യലിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് കാരണം.
അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ബുദ്ധി അധികം ഉപയോഗിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയോ, നമ്മൾ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എനിക്ക് തോന്നാറുണ്ട് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരുപാട് ആലോചിക്കാത്ത സമയത്താണ്. ഓവർ തിങ്കിങ് എന്തെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ ഒരുപാട് നിങ്ങൾ ഏതൊരാളെടുത്ത് നോക്കിയാൽ പിന്നീട് സക്സസ് സ്റ്റോറി ആയിട്ടൊക്കെ പറയും, പക്ഷേ പല ആളുകളും പല അബദ്ധങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാകുക. അപ്പം നമ്മൾ ആലോചന ഒരുപാട് നടത്താതിരിക്കുക. പിന്നെ ഈ സെറ്റ് ബാക്കുകൾ, ഫെയിലിയറുകൾ എന്നൊക്കെ പറയുന്നത് അത് ആരോട്ടിരിക്കുന്ന പേരാണ്, അതൊന്നല്ല. അതൊരു ജീവിതയാത്രയിലുള്ള ഓരോരോ ഘട്ടങ്ങളാണ്. ജീവിതയാത്രയിലുള്ള ഏതൊരു മേഖലയിലും ഓരോരോ ഘട്ടങ്ങളാണ്. അതിനെ ഫെയിലിയർ എന്ന് വിളിക്കുന്നതോ സെറ്റ് ബാക്സ് ഒക്കെ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. കാരണം ആ ഘട്ടം നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ ഈ ഹഡിൽസിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഓടുന്നു, പിന്നെ ചാടുന്നു, പിന്നെ ഓടുന്നു എന്നുള്ള പോലെ അത് ആക്ച്വലി ഡിസൈൻഡാണത്. ഡിസൈൻഡാണ്. അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മൾ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചിന്തിക്കാതെ പോകും. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതത്തിലുണ്ടായിരിക്കുന്നതിന് ഒന്ന് പിറകോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നാറ്, ഞാൻ അതിനൊരു ആറ്റിക്കുറിക്കിട്ടൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് പോസ് എന്നുള്ളതാണ്. പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റീസാണ്. ഇഫ് യു ആർ പോസിറ്റീവ് ഇൻ പോസിബിലിറ്റീസ് വിൽ അൺഫോൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മൾ ജീവിതത്തെ പ്രകാശമാനമായ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകാശമാനമല്ലാത്തൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അല്ല നമ്മൾ നോക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡ്. അവിടെ ഡാർക്ക്നെസ് ആണുള്ളത്, അവിടെ ഇരുട്ടാണുള്ളത്, അവിടെ അസാധ്യതകളാണുള്ളത്. പക്ഷേ നമ്മൾ പോസിറ്റിവിറ്റിയുടെ സൈഡാണ് നോക്കുന്നത്. അവിടെ എല്ലാവരും പ്രകാശവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം എന്താണുള്ളത്, അതിൻ്റെ പ്രകാശവുമാണുള്ളത്. അവിടെ കാണുന്നെല്ലാം സാധ്യതകൾ മാത്രമാണ്, പോസിബിലിറ്റീസാണ്. നമ്മൾ അനന്തമായിട്ട് പോസിറ്റിവിറ്റിയുടെ ഒരു സാധ്യതകളെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ മുമ്പിൽ, ഈ പോസിറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ മുമ്പിൽ പോസിബിലിറ്റീസ് അൺഫോൾ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൽ കാണുന്നതാണ്. ഒരുപക്ഷെ റോഡ് ഡെഡ് എൻഡ് എന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിരിക്കുന്ന കാലത്തും നമ്മളുണ്ടാകുന്ന ആത്മവിശ്വാസത്തെ കളയാതിരിക്കുന്ന സമയത്ത് എവിടേക്കോ റോഡുകൾ തുറക്കുന്നു പറ്റും. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല നിശ്ചയിക്കുന്നത്, എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ ഉള്ള ഒരു കോൺസ്പിറസി കൂടിയുണ്ട്. അതുകൊണ്ടാണ് അൽക്കമിസ്റ്റുകാരനൊക്കെ പറഞ്ഞത്, ഇഫ് യു ഹാവ് എൻ ഇൻറ്റൻസ് ഡിസയർ ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ദാറ്റ് ദ എൻ്റയർ വേൾഡ് വിൽ കോൺസ്പയർ ഫോർ യു. എവിടേക്കോ കോൺസ്പിറസി. അതിൻ്റെ ഇടയിൽ നമ്മൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ്, ഞാൻ ഒറ്റക്കല്ലത് നേടിയിരിക്കുന്നത് എന്നുള്ളൂ. എവിടേക്കോ എന്തൊക്കെയോ നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യുകയോ എവിടേക്കോ കൂട്ടായി വർക്ക് ചെയ്യുകയോ ചെയ്തതിൻ്റെ അകത്താണ്. സോ നമ്മളെ റോളെന്ന് പറയുന്നത് ഒരു പല ഘടകങ്ങളിൽ ഒരെണ്ണം ആയിരിക്കുമെന്നും, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ പോസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നതാണ്. കാരണം ഇഫ് യു ആർ പോസിറ്റീവ് ഇൻ പോസിബിലിറ്റീസ് വിൽ ഡെഫിനറ്റ്ലി അൺഫോൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ 90-ൽ കയറിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കളിക്കൊണ്ടിരുന്ന ഒരു കോച്ച് വന്നു. കോച്ച് അക്രമോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി ഞാൻ കളിക്കുന്നത് ചെന്നൈയിൽ, ഞാൻ ബംഗാൾ ടീമിനെ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിന്നേഴ്സായി. കോച്ച് കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റത്തെ ദിവസം അനൗൺസ് ചെയ്തു, ഇന്ത്യൻ ടീം അനൗൺസ് ചെയ്തു ക്യാമ്പിലേക്ക്. അപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞു. അപ്പോൾ അക്രമവും തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ അവിടെ അണ്ടർ 20 ടീം കളിക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പ് കാണാൻ വന്നപ്പോൾ എല്ലാ പ്രസ്സുകാരും ചോദിച്ചു, എന്തുകൊണ്ടാണ് വിജയൻ എടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഒറ്റ വീട് പറഞ്ഞല്ലോ, എനിക്ക് അവൻ്റെ കളി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പല കോച്ചിൽ നിന്ന് പല ടാക്ടീസാണ്, ചിലപ്പോൾ എൻ്റെ കളികൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഭയങ്കര പേപ്പറിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി, എന്നെ ടീമിലെടുത്തില്ല, ആനാണ് കുതിരയെന്ന്. ഞാൻ മൈൻഡ് ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഒരു ദിവസം ഈ ജോപ്പോളഞ്ചേരും ബൈജുനൊക്കെ കളിക്കുന്ന ഒരു ഫ്രീ ഒളിമ്പിക്സ് കളിക്കാൻ പോവാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് മാച്ച് കളിക്കാൻ സീനിയർ ടീമിനെ സത്യേട്ടൻ എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അക്രമവും ആ ടീമിൻ്റെ കോച്ച്. അപ്പോൾ ഇപ്പുറത്തെ ഞങ്ങളുടെ കോച്ച് അക്രമോൻ്റെ കോച്ച് ഞങ്ങളുടെ കോച്ച്. അപ്പോൾ ഞാൻ സത്യേട്ടൻ, ഷർഫ് ഖാൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. കേരളത്തിന് കുറച്ച് പേര്, പിന്നെ ഇന്ത്യയിലെ നല്ല പ്ലേസ് കിരൺ കോൺസായി എന്നൊക്കെ പറഞ്ഞ പ്ലേസ്. അപ്പോൾ എനിക്ക് കളി കാണിക്കുന്ന ആളുടെ അടുത്ത് ഒരു അവസരം കിട്ടിയതാണ്. കളിക്കണത് ഞാൻ കളിച്ച് ഫൈറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് മോഹൻ ബാൻ്റെ ഗ്രൗണ്ടിൽ ഇവരെ കൂടെ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നത്. കളി നല്ല മഴയും നല്ല ചെളിയും. നമ്മൾ പിന്നെ ചെളിയിൽ കളിച്ച് നല്ല ശീലമുണ്ട്. ഞാൻ മോഹൻ ബാനിൽ ഇറങ്ങുന്ന സമയത്ത് കളിക്കുന്നുണ്ടായിരുന്നു. കളി തുടങ്ങി കുറച്ച് ഞാൻ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് അങ്ങനെ അങ്ങോട്ടൊരു ചിരി വരുന്നില്ല എൻ്റെ മുഖത്ത്. ഞാനൊരു 4-5 ഗോൾ അടിച്ചു ആളെതിരെ. അപ്പോൾ ആൾക്ക് ചിരി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2 ദിവസമായിട്ട് മാച്ച് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് ടൈം യുവർ ടൈറ്റ് മാർക്ക് മൂസസ് ഡേ, ഡോണ്ട് ടച്ച് ബോൾ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഈശ്വര എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കളിച്ച് അന്നും അടിച്ചൊരു 4 ഗോൾ. ഞാൻ ടീടാ 4 ഗോൾ അടിച്ച്. ഇത് ബൈജുനും മറ്റേ ജോപ്പോളൊക്കെ ഉണ്ട്, അവരുടെ ടീമാണ്. അത് കഴിഞ്ഞ്
ഞാൻ കഴിഞ്ഞ് പിന്നെ എന്നെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തിരിച്ചു വിളിച്ചു. കഴിഞ്ഞ ഫ്രീ വേൾഡ് കപ്പിൻ്റെ ക്യാമ്പിലേക്ക് തിരിച്ചു വിളിച്ച് ഞാൻ ഫസ്റ്റ് ലെവലിൽ കളിച്ച് ക്യാപ്റ്റൻസി ചെയ്തു. ഞാൻ അയാളുടെ അണ്ടറിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി അയാളുടെ അണ്ടറിലാണ് ചെയ്തത് ഞാൻ. അതാണ് നമുക്കൊന്ന് അവിടുന്ന് പുറത്താക്കുന്നത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കും അവസരം കിട്ടുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമ്മുടെ കാലമ്മ കളിയുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയണം. അല്ലാതും ഞാൻ ജയിച്ചിട്ട് വന്നതൊന്നുമല്ല, കുറേ പരാജയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഇഷ്ടംമാതിരി പരാജയങ്ങളാണ് ഏറ്റവും അധികം. ഞങ്ങളോട് ഇത്രയും നേരം വിജയന്മാർ സംസാരിച്ചത് അതെ അങ്ങനെയല്ല, നമുക്കത് വളരെ ഇൻസ്പിറേഷനിലാണ്. ഞങ്ങൾക്ക് എല്ലാവരും നന്ദി, മാതൃഭൂമിയുടെ നന്ദി.